പഴയ നൊവേനകൾ, പഴയ ലുത്തിനിയാകൾ, പഴയ ഭക്തികർമ്മങ്ങൾ, ഭക്തിമാർഗം കർത്താവ് എത്തിക്കും. അതാണ് പരിശുദ്ധ അമ്മ. അമ്മയ്ക്ക് ബൈബിൾ പാണ്ഡിത്യമില്ല. അമ്മയുടെ അമ്മയായ അന്ന പഠിപ്പിച്ച കുടുംബ പ്രാർത്ഥന മാത്രമേ അറിയാവുന്ന മറിയം ഈശോയേക്കാൾ നമ്മളോട് പറയുന്നത് 3 മാർഗത്തിൽ കർത്താവിനെ തേടണം. 1 കർമ്മമാർഗം, 2 ജ്ഞാനമാർഗം, 3 ഭക്തിമാർഗം. യേശു ആരെന്നുള്ള ചോദ്യം തുടരുമ്പോൾ ഏറ്റവും നല്ല ഉത്തരം തന്നത് സുവിശേഷകനായ യോഹന്നാനാണ്. സുവിശേഷങ്ങളിൽ 1-ാം സ്ഥാനം യോഹന്നാന്റെ സുവിശേഷത്തിനാണ്. അതിൻ്റെ കാരണം യോഹന്നാൻ 2 കാര്യം ചെയ്തു. 1 അന്ത്യ അത്താഴ സമയത്ത് സ്വന്തം തല ക്രിസ്തുവിൻ്റെ മാറിൽ ചേർത്ത് വെച്ചു. സ്വന്തം തല ക്രിസ്തുവിൻ്റെ മാറിൽ ചേർത്ത് വെച്ചു എന്ന് പറഞ്ഞാൽ സ്വന്തം ബുദ്ധി, സ്വന്തം യുക്തി, സ്വന്തം സാമർഥ്യം കർത്താവിന് കൊടുത്തു. ഇതാണ് തിങ്കളാഴ്ച നമ്മൾ ചെയ്യാൻ പോവുക. ബുദ്ധിയുള്ള തല, യുക്തിയുള്ള തല, ചിന്തയുള്ള തല, അഭിമാനമായ നെറ്റി അവിടെ ചാരം പിടിച്ചു. എൻ്റെ ബുദ്ധി കർത്താവിന് കൊടുത്തു, എൻ്റെ ശക്തി കർത്താവിന് കൊടുത്തു, എൻ്റെ എല്ലാ സാമർഥ്യവും എൻ്റെ ദൈവത്തിന് കൊടുത്തു. ഞാൻ വെറും ചാരം. അതാണ് യോഹന്നാൻ ചെയ്തത്. യോഹന്നാൻ സ്വന്തം ശിരസ് ക്രിസ്തുവിൻ്റെ മാറിൽ ചേർത്ത് വെച്ചു. ബുദ്ധി, യുക്തി, ആലോചന. 2 ദുഃഖവെള്ളിയാഴ്ച കുരിശിന്റെ ചോദ്യം യോഹന്നാൻ വരുമ്പോൾ നരബാധിച്ച മുടിയുള്ള ഒരു സ്ത്രീയുടെ ഇടത് കൈയിൽ യോഹന്നാൻ പിടിച്ചു. അത് യേശുവിൻ്റെ അമ്മയായ മറിയം. ശിരസിൽ ക്രിസ്തു, ഹൃദയത്തിൽ മറിയം. യോഹന്നാൻ അഗ്രഹീതനായി. യോഹന്നാന്റെ സുവിശേഷത്തിന് 4 പേരുകൾ. 1 ജീവന്റെ സുവിശേഷം, ദ ഗോസ്പൽ ഓഫ് ലൈഫ്. 2 പ്രകാശത്തിന്റെ സുവിശേഷം, ദ ഗോസ്പൽ ഓഫ് ലൈറ്റ്. 3 സമൃദ്ധിയുടെ സുവിശേഷം, ദ ഗോസ്പൽ ഓഫ് അബൻഡൻസ്. 4 അടയാളങ്ങളുടെ സുവിശേഷം, ദ ഗോസ്പൽ ഓഫ് സയൻസ് ആൻഡ് വണ്ടേഴ്സ്. 4 പേരുകൾ അറിയപ്പെടും. യോഹന്നാൻ പഠിപ്പിക്കുന്ന പ്രധാന കാര്യം ക്രിസ്തു ഉണ്ടോ നമുക്കെല്ലാം ഉണ്ട്, യേശുവിൻ്റെ നമുക്കൊന്നുമില്ല. കർത്താവുണ്ടോ 10 രൂപ ഇല്ലാത്തവനും 10 ലക്ഷം അറിയാതെ ഒരു നാൾ ഈ കയ്യിൽ വരും. ക്രിസ്തുവിന് 10 കോടിയുണ്ടെങ്കിലും അറിയാതെ ഓട്ട ഈ കൈക്ക് വരും. അവനുണ്ടോ സമൃദ്ധി? അവൻ്റെ ഒന്നുമില്ല. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തെ ആദ്യ മധ്യ അന്ത്യത്തിൽ ക്രിസ്തു വരുമ്പോൾ സമൃദ്ധി. 2-ാം അധ്യായത്തിൽ യേശു വന്നപ്പോൾ 6 ഭരണി വീഞ്ഞിൻ്റെ സമൃദ്ധി. 6-ാം അധ്യായത്തിൽ യേശു വന്നപ്പോൾ 12 കുട്ട അപ്പത്തിൻ്റെ സമൃദ്ധി. 21-ാം അധ്യായത്തിൽ യേശു വന്നപ്പോൾ 153 മത്സ്യത്തിൻ്റെ സമൃദ്ധി. യേശു കൊണ്ടോ സമൃദ്ധി. അതുകൊണ്ടാണ് സമൃദ്ധിയുടെ പ്രതീകമായ വെള്ളം യോഹന്നാനിൽ കാണും. യോഹന്നാനിൽ മുഴുവൻ വെള്ളമാണ് സമൃദ്ധി കാണിക്കാൻ. 1-ാം അധ്യായത്തിൽ വെള്ളത്തിൽ മീൻ പിടിച്ചവരെ ശിഷ്യരാക്കി. 2-ാം അധ്യായത്തിൽ വെള്ളം വീഞ്ഞാക്കി. 3-ാം അധ്യായത്തിൽ മാമോദീസ വെള്ളം നിക്കോദേമോസിനെ വീട്ടിൽ തിരിക്കണം. 4-ാം അധ്യായത്തിൽ യാക്കോബിന്റെ കിണറ്റിലെ വെള്ളം. 5-ാം അധ്യായത്തിൽ ബെസേല കുളത്തിലെ വെള്ളം. 6-ാം അധ്യായത്തിൽ വെള്ളത്തിന് മീതെ നടന്നു. 7-ാം അധ്യായത്തിൽ താങ്ങിക്കുന്നൊന്ന് കുടിക്കും. 9-ാം അധ്യായത്തിൽ ശീലോഹ കുളത്തിലെ വെള്ളം. 13-ാം അധ്യായത്തിൽ വെള്ളം കൊണ്ട് പാദം കഴിയും. 19-ാം അധ്യായത്തിൽ പടയാളി കുത്തിയപ്പോൾ വെള്ളം ഒഴുകി. 21-ാം അധ്യായത്തിൽ ഏത് വെള്ളത്തിൽ നിന്ന് മുക്കുവരെ വിളിച്ചോ ഗലീലിക്കരയിൽ തിരിച്ചു നിർത്തി. വെള്ളം സമൃദ്ധി. ഈ ആമുഖത്തോടുകൂടി വചന വ്യാഖ്യാനത്തിലേക്ക് യേശുവിൻ്റെ 7 അധികാരങ്ങൾ. 7 എന്ന് പറയുന്നത് യോഹന്നാനിൽ 5, 6, 7 എന്നുള്ള 7 അല്ല. യോഹന്നാനിൽ 7 സമം പൂർണ്ണത. ഏഷ്യ മൈനറിലെ 7 സഭകൾക്കായി വെളിപാട് പുസ്തകം. സഭയിൽ 7 ഭൂതാശകൾ, മഴവിലിന് 7 വർണ്ണങ്ങൾ, 7 പൂർണ്ണതയെ സൂചിപ്പിക്കും. യോഹന്നാൻ പറയുന്നു ക്രിസ്തുവിൻ്റെ പൂർണ്ണ അധികാരങ്ങൾ 7 അധികാരങ്ങൾ. 1 ഗുണ മേന്മയുടെ മേൽ അധികാരമുള്ളവൻ യേശു. ഈസ് പവർ ഓർ ക്വാളിറ്റി. ഗുണ മേന്മയുടെ മേൽ അധികാരമുള്ളവൻ യേശു. യോഹന്നാൻ 2:1 മുതൽ 11 വരെ തിരുവചനങ്ങൾ. 3-ാം ദിവസം ഗലീലിലെ കാനായിൽ വിവാഹം.
പരതി നിറയ്ക്കപ്പെട്ടു. കരങ്ങൾ നീട്ടിപ്പിടിച്ചു. വെള്ളം നീഞ്ഞായി. കലവറക്കാർ അകത്ത് വീശു വീടുവന്നു. എല്ലാവരും മുന്തിയേനം ആദ്യം വിളവന്നു. പൂസായി കഴിയുമ്പോൾ താഴ്ന്നു തരും. ചെന്നി നല്ല രീതിയിൽ അവസാനം വരെയും സൂക്ഷിച്ചു വെച്ചല്ലോ. ബൈബിൾ പശ്ചാത്തലം. യഹൂദർക്കിടയിൽ വിവാഹാഘോഷം 15 ദിവസമാണ്. നമുക്ക് 2 ദിവസം. 15-ാം തീയതി കല്യാണമുണ്ടോ? വിളിക്കപ്പെട്ടവർ 14 വൈകിട്ട് വീട്ടിൽ വരും. 15-ന് പള്ളിയിൽ വരും. കർമ്മത്തിൽ പങ്കെടുക്കും. ഭക്ഷണം കഴിഞ്ഞ് പല്ലും കുത്തി കുറ്റവും പറഞ്ഞുകൊണ്ട് പോകും. നമ്മുടെ രീതി അങ്ങനെ. യഹൂദർക്കിടയിൽ അങ്ങനെയല്ല. 15-ാം തീയതി കല്യാണമാണെങ്കിൽ 8-ാം തീയതി മുതൽ 22-ാം തീയതി വരെ 15 ദിവസം പെണ്ണിൻ്റെ വീട്ടിൽ ആഘോഷം. ക്ഷണകത്ത് കൊണ്ടുവരിക. കാവക്കാരനെ കൊടുക്കുക. കാവൽക്കാരൻ ക്ഷണകത്ത് മേടിച്ച് വെച്ചിട്ട് മഴക്കോട്ട് പോലെ ഒരു ഓവർകോട്ട് വധിക്കാൻ കൊടുക്കും. ആ കോട്ടിൻ്റെ പേരാണ് വിവാഹ വസ്ത്രം. അകം വധിച്ച് അകത്ത് കയറിയാൽ കഴുത്തലും തിന്നാം, മൂക്കറ്റം കുടിക്കാം, എപ്പൊക്കെ വിടാം, എഴുന്നേറ്റ് പോകാം. പിറ്റേ ദിവസം കത്ത് കൊടുത്താൽ 15 ദിവസം കത്ത് കൊണ്ടുകൊടുക്കുക, കോട്ടിടുക, ഇഷ്ടം പോലെ കുടിക്കുക. പല ദിവസങ്ങളിൽ പലരും കുടിച്ചിട്ടെത്തുമ്പോൾ വീഞ്ഞ് നിന്നത്. യേശു വന്നപ്പോൾ കുറേ പേര് കൂടെ വന്നു. കൊടുക്കാൻ വീഞ്ഞില്ല. ആ സമയത്ത് മാതാവ് തൻ്റെ ഡ്യൂട്ടി ആരംഭിച്ചു. പരിശുദ്ധനായ ലിയോ 14-ാമൻ മാർപ്പാപ്പ 2 മാസം മുമ്പ് പറഞ്ഞു, മാതാവിനെ സഹരക്ഷക എന്ന് വിളിക്കുന്നത് തെറ്റാണ്. ഇനി ആരാണ്? മറിയം മധ്യസ്ഥ പ്രാർത്ഥനയുടെ അമ്മ. രക്ഷകൻ ക്രിസ്തു മാത്രം. മാതാവ് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഈശോ നമുക്ക് മധ്യസ്ഥ പ്രാപിക്കാൻ മാതാവിനെ തന്നു. കാനായിൽ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥന. ഇവർക്ക് വീയില്ല. നമ്മുടെ ആവശ്യം എന്നും മാതാവ് ഈശോയോട് പറയും. ഈ അച്ഛന് കൃപയില്ല, ദമ്പതിമാർക്ക് പണമില്ല, ദേഹത്തിന് ആരോഗ്യമില്ല, പിള്ളേർക്ക് പഠിക്കാൻ കഴിയില്ല. ലോകമാണ് നമ്മൾ കാണുന്ന ലോകം. രാവിലെ 7 മണി കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യൻ ഉദിക്കുന്നു. വൈകിട്ട് 5 മണിക്ക് പടിഞ്ഞാറ് ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കുന്നു. അതാണ് കാണുന്ന ലോകം. ഈ സത്യത്തിൽ സൂര്യൻ ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നുമില്ല. ഭൂമി സൂര്യനെ കറങ്ങുന്നു. ഇതാണ് കാണാത്ത ലോകം. അതാണ് സത്യം. പള്ളിയിൽ നിന്ന് ഇറങ്ങി സിറ്റിയിലേക്ക് നമ്മൾ മാറ്റുന്നു. കാർബൺ ഡയോക്സൈഡ് ശ്വസിച്ച് നമ്മൾ മരിക്കും. മരിക്കാത്തതിൻ്റെ കാരണം കാണാത്ത പണികൾ ഇലകൾ ചെയ്യും. ഓരോ നിമിഷവും ഫോട്ടോ സിന്തസിസിലൂടെ ഇലകൾ, പൂക്കൾ കാർബൺ ഡയോക്സൈഡിനെ ഓക്സിജനാക്കി മാറ്റുന്നു. അതാണ് കാണാത്ത ലോകം. കാണുന്ന ലോകത്തിൻ്റെ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. കാണാത്ത ലോകത്തിൻ്റെ സയൻസ്, ഫെയ്ത്ത്, വിശ്വാസം. മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആരും കണ്ടു വന്നിട്ടില്ല, നമ്മൾ വിശ്വസിക്കുന്നു. മരണാനന്തരം ഒരു ജീവിതമുണ്ട്. അത് പട്ടിക്കും കൊച്ചിക്കും പന്നിക്കുമില്ല, മനുഷ്യന് മാത്രം. അതുകൊണ്ടാണ് വീട്ടിലെ പട്ടിക്ക് ശ്വാസമുദ്രം വന്നാൽ പട്ടിയെ നമ്മൾ ആംബുലൻസിൽ ICU കൊണ്ടുവന്ന് കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്ത് കൃത്യവിശ്വാസം കൊടുക്കുകയാണ്. ഏതെങ്കിലും മാവിലോ പാവയിലോ പോസ്റ്റോ പട്ടിയെ കൂട്ടിയും എന്നു പറയും. ഒന്ന് പട്ടി അവിടെ നിന്ന് വലിച്ചിട്ട് പോ പട്ടി. അതേസമയം 80 വയസ്സുള്ള വലിയപ്പൻ ശ്വാസമുദ്രം അണപ്പം വന്നാൽ ജനലും വാതിലും തോന്നണം. വലിയപ്പനെ കഞ്ഞ നമ്മൾ ആരെങ്കിലും പറയുമോ ഒന്ന് വലിയപ്പ, അവിടെ നിന്ന് വലിയപ്പ എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോവുകയാണ്. നമുക്കറിയാം അപ്പനും അമ്മയും ആകാശം മുതലുന്ന ആത്മാവും. നമ്മളൊക്കെ 10-10 വർഷം മരിച്ചു. ഓരോ 10 വർഷവും നമ്മൾ മരിക്കും. പുതിയ ആൾ 11 വർഷം. അതുകൊണ്ടാണ് ആത്മീയ ആചാര്യന്മാരും ധാർമ്മിക ചിന്തകന്മാരും മനുഷ്യൻ്റെ ജീവിതത്തെ 10 കാലങ്ങളായി ഒഴിക്കും. ഓരോ മനുഷ്യനും 10 കാലങ്ങൾ. അവർ പറയും കുളി 1, കളി 10, എന്ത് 20, മുറി 30, നെറി 40, വെറി 50, ചൊറി 60, തെറി 70, ചിരി 80, കുഴി 90. 10 കാലങ്ങൾ. 10-ാം വർഷം ഒരു സ്വഭാവം വെച്ചിട്ട് പുതിയ സ്വഭാവം ജനപ്പെടും. കുഴി 1, 1 വയസ്സ് മുതൽ 10 വയസ്സ് വരെ
കുഞ്ഞുങ്ങൾ കുളിച്ചുകൊണ്ടിരിക്കുക. ഇത് വെള്ളം ഇല്ലാതെ കോരി കുടിക്കുക. കടക്കവെള്ളം, കഞ്ഞിവെള്ളം, കാടിവെള്ളം, ഓടയിലെ വെള്ളം, ധാത്തിലെ വെള്ളം എന്ത് കിട്ടിയാലും കോരി കുടിക്കുക. വയറെ സോപ്പ് തേച്ച് വഹിക്കുക. ഈ ഭൂമിയിൽ സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനം എപ്പോഴാന്ന് വെച്ചാൽ വയറെ സോപ്പ് തേക്കുന്നതാണ്. ചില കൊച്ചുപിള്ളേരെ കാണാം, ഒരു സാമ്പിൾ സോപ്പ് തീരുന്നവരെ വയറെ പറിച്ചുകൊണ്ടിരിക്കുക. മുതിർന്ന ആൾക്കാരും ഏറ്റവും ആസ്വദിക്കുന്നത് വയറെ സോപ്പ് തേക്കുമ്പോഴാണ് മൂളിപ്പാട്ടുകൾ. മുസ്തഫ കുളി 1. കളി 10 വയസ്സായോ കളിക്കാനുള്ളൂ. എന്ത് 20 ചോദിച്ച് എന്നാ പണി, എന്നാ പട്ടക്കാരൻ, എന്നാ സംസാരം, എന്നാ കുർബാന, എന്നാ കുർബാശ ചോദിച്ച് എന്ത് 20. മുറി 30 വയസ്സായോ വെട്ടൊന്ന് മുറി 2. ഞാനൊരു ഭർത്താവും പറയും, ഞാനൊരു ഭാര്യയും പറയും. ആരെങ്ങൾ കൂട്ടാനും കുടിപ്പിക്കാനും പഠിപ്പിക്കാനും നോക്കണ്ട, ഞങ്ങൾ പറയും കേട്ടോണ്ടാ മതി. മുറി 30. നെറി 40. നേരിനെ കുറിച്ച്, സത്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് 40-ലില്ല. 40-ൽ രക്തത്തിൻ്റെ തിളക്കം ഒന്ന് കുറയും, ദേഹത്തിൻ്റെ ഇളക്കം ഒന്നായി. ഭാര്യ ഭർത്താവിനെ അമക്കും, ഭർത്താവ് ഭാര്യ ഒതുക്കും, മക്കൾ മാതാപിതാക്കളെ ഇരിക്കും. ഒരു വീട്ടിൽ ചായ. നെറി 40. വെറി 50. വെറി വിവരം കിട്ടുന്നത് 50-ാം വയസ്സിലാണ്. 50 കഴിയുമ്പോൾ ദൈവമേ ആയുസിൻ്റെ പകുതി കഴിഞ്ഞു, ഇത്രേക്കാലം ഇല്ലല്ലോ, കൊള്ളകാലം മര്യാദ ജീവിച്ചേക്കാം. ഒരു വീട്ടിൽ ചായം. വെറി 50. സോറി 60. 60 കാരണവന്മാരും ഒരു കാര്യമില്ല. മക്കളോടും മക്കളുടെ മക്കളോടും വെറുതെ കുത്തിയിരുന്ന ചൊറിഞ്ഞോത്താനും പറയാൻ ചൊറിയാണ്. 70 കുട്ടിക്കാലത്ത് പഠിച്ചതും പിന്നെ മറന്നതുമായ കൊച്ചു ചിരി 80. എന്നതറിയാം സീസൺ പോലെ വരുന്നു, സീസൺ വഴി ആരോഗ്യം. ഡേഞ്ചർ സോണിലാണ്, അറിയാതെ എക്സിറ്റുണ്ട്, ഇനി എഴുതിയില്ല. എല്ലാം കാണുക, ചിരിക്കുക, ഒരു മര്യാദയ്ക്ക് കുത്തിയിരിക്കുക. ചിരി 80. കുഴി 90 വയസ്സായതിൻ്റെ മരണത്തിന് ഓർമ്മകളാണ്. ഇതനുസരിച്ച് പാട്ടും മാറും. 10 വയസ്സ് വരെ കുഞ്ഞുമ്മ നസീർ മന്ദരങ്ങൾ ഒപ്പിയെ വെക്കാൻ വന്നതിന് 20 ആയാലോ അതിന് രാഗം എന്ന് വെച്ചിട്ടായി. ഒരു 90 ആയാലോ ഇന്നലെയുണ്ടോ, ഇന്നില്ല, ഇനി വഴിയില്ല. ഇപ്പോൾ മനുഷ്യൻ്റെ ആയുസ്യം ഒഴിയുകയും ഇത് കഴിയുമ്പോഴും ഒരു നിത്യത മരണാനന്ദ ജീവിതം. നിങ്ങളും ഞാനുമൊക്കെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഏതെല്ലാം കാര്യങ്ങൾ വിശ്വസിക്കുന്നവരാണ്. വണ്ടി ഓടിക്കുന്ന ഡ്രൈവറെ വിശ്വസിച്ചാലേ വണ്ടി കരുതുന്ന ഉറങ്ങാൻ പറ്റുള്ളൂ. കുത്തി വെക്കാൻ വരുന്ന നേഴ്സിനെ വിശ്വസിക്കാൻ. അവിടെങ്ങാനും അപ്നോണറായി മാറി സൂര്യങ്ങാനും നെഞ്ചത്ത് കുത്തി കിട്ടിയാലോ ചെയ്യുന്ന വിശ്വാസം. ചികിത്സിക്കുന്ന ഡോക്ടറെ വിശ്വസിക്കാം. ഞാനെന്താ പറയുക, ഡോക്ടറെ തണ്ടനെ കുത്തി വെച്ച് ബോധം കെട്ടിട്ട് ഓപ്പറേഷൻ നടത്തിക്കും. എന്നാ ധൈര്യത്തില ബോധം കെട്ടി കിടക്കുമ്പം ഈ ഡോക്ടറെങ്ങാനും എൻ്റെ മർമ്മപ്രധാനമായ പല അവയവങ്ങൾ ചെത്തിപ്പറിച്ചു പോയാലോ ചെയ്യ വിശ്വാസം. ഡോക്ടർ രോഗിയോട് പറയും, നട്ടലി കുത്തിവെച്ച് ബോധം കെട്ടി ഓപ്പറേഷൻ. രോഗി ചോദിച്ചു, ബോധം കെട്ടുന്ന ഇഞ്ചക്ഷൻ എത്ര രൂപയ? ഡോക്ടർ പറഞ്ഞു, ഇവിടെ 850 രൂപ. രോഗി പറഞ്ഞു, പൊന്നു ഡോക്ടറെ, 50 രൂപയ്ക്കുള്ള ബോധം പോലും ഇല്ല, അത് കെട്ടാനായിട്ട് 850 എന്തോ ന്യായമാണ്. നമ്മൾ വിശ്വസിക്കും. വിമാനയാത്ര ഒരു വിശ്വാസമല്ലേ? ട്രെയിന് കയറുന്നതിന് മരിക്കാനുള്ള കയറ്റമാണ്. ഈ പണ്ടാലും താഴെ ഇറങ്ങാനും ദൈവത്തിന് മാത്രം അറിയാം. ഏകവശത്തിന് പോലും പറമ്പല്ല. നമ്മുടെ സീറ്റിലില്ലേ ബെൽറ്റ് കെട്ടിയിട്ട് അവിടെ പറയുക, അപകടം വന്നാൽ 9 ലൈറ്റും 9 ഗേറ്റുമാണ്. ജീവൻ വേണം, അതിനെ കഴിക്കൂ, ഇതിനെ കഴിക്കൂ. ചാടാൻ എന്നതിന് കേൾക്കേണ്ട വല്ല കാര്യവും. പിന്നെ പറയും 35,000 അടി പൊക്കത്തിലൂടെ വിമാനം പറക്കുമ്പോൾ ശ്വാസമില്ലാതെ വന്നാൽ തൂങ്ങി കിടന്ന ഓക്സിജന്റെ സംഖ്യയെ വായു കടന്നു. ഞാൻ നോക്കത്തില്ല, ഇത്രയും പൊക്കത്തിൽ വിമാനം പറക്കുമ്പോൾ ഇതെങ്ങാനും കറങ്ങാത്തില്ലേ ഓക്സിജൻ തപ്പാൻ എവിടെ സമയം?
ഒരു ട്രെയിനിൽ പോകുമ്പോൾ എൻ്റെ അടുത്തിരുന്ന ഒരു അങ്കിൾ ചോദിച്ചു, ഇത് അച്ഛൻ്റെ ആദ്യത്തെ യാത്രയാണ്, എൻ്റെ പെരുമാറ്റം ഒട്ടും നോർമൽ അല്ലെന്ന് ചേട്ടൻ തോന്നി. ഞാൻ പറഞ്ഞു, പൊന്നു ചേട്ടാ, വിമാനം പലയിടങ്ങളിൽ പറയാം, ഇത് ആദ്യത്തെ യാത്രയാണോ അതോ ഒടുക്കത്തെ യാത്രയാണോ, നമുക്കതൊന്നും പറഞ്ഞല്ല. ഒരു വിശ്വാസം അതിൻ്റെ പണ്ട് അല്പസ്രാമിൻ്റെ പരസ്യം, ഒരു വിശ്വാസം അതിൻ്റെ അല്ല, ഒരു വിശ്വാസം അതിൻ്റെ അല്ല. ലോകത്ത് പല പല സംസ്കാരം ഉദിച്ചു, ഉയർന്നു, അസ്തമിച്ചു. പക്ഷെ ഇന്നും തീരാ ഒരു സംസ്കാരം ഇസ്രായേൽ ജനത, ഈജിപ്ഷ്യൻ, മെസൊപ്പൊട്ടേമിയൻ, സുമേരിയൻ, ബാബിലോണിയൻ സംസ്കാരം അസ്തമിച്ചു. പക്ഷേ യഹൂദ സംസ്കാരം ഇന്നും പോയിട്ടില്ല. ലോകത്തിൽ ഏറ്റവും ശക്തിയുള്ള ജനത 1940 വർഷം ഈ ലോകം മുഴുവൻ ചെറിയത് പിന്നീട് പശ്ചിമേഷ്യ ഒരു കൊച്ചുകുട്ടി പോലെ. ഇസ്രയേൽ 1947 രൂപം കൊണ്ടപ്പോൾ അടുത്ത് കിടന്ന യോർദാൻ മഞ്ഞും ഇവരെ ഭസ്മം വന്നു. യുദ്ധം കഴിഞ്ഞപ്പോൾ യോർദാന്റെ വെസ്റ്റ് ബാങ്ക് യഹൂദൻ കുഴിച്ചുകൊടുത്തു. സിറിയ വന്നു ചാമ്പലാകും. യുദ്ധം കഴിഞ്ഞപ്പോൾ സിറിയയുടെ ഗോലാൻ കുന്നുകൾ ഇസ്രയേൽ പിടിച്ചെടുത്തു. ഈജിപ്ത് വന്നു തകർത്തു. യുദ്ധം കഴിഞ്ഞപ്പോൾ സീനായി മരുഭൂമിയുടെ സിംഹഭാവം യഹൂദരുടെ കയ്യിലായി. നോബൽ സമ്മാനം കീഴിൽ 190 യഹൂദരാണ്. എൻ്റെ ഇത്രയും വലിയ ജനതയായി യഹൂദ നീക്കുക. ഇന്നും അവരെ തോൽപ്പിക്കാൻ ലോകത്ത് ഒരു ശക്തിയും പറ്റിയല്ല. കാരണം അതിൻ്റെ പുറകിൽ 3750 വർഷം മുമ്പ് നിങ്ങളെ പോലെ ഇരുന്ന ഒരപ്പൻ ഒരമ്മനുണ്ടായിരുന്നു. അത് യൂഫ്രട്ടീസ് ടൈഗ്രീസിന്റെ തീരത്ത് മെസൊപ്പൊട്ടേമിയയിലെ ഊർ എന്ന സ്ഥലത്ത് ഇറാഖിനോട് ചേർന്ന് അന്ന് ജീവിച്ചത് 80 വയസ്സ് പ്രായമുള്ള അബ്രഹാം, 70 വയസ്സ് പ്രായമുള്ള സാറ, ആടുവാനുകളും 5 ലോകത്തിന്റെ കുടുംബവും. പക്ഷേ ഒരു കുഞ്ഞിക്കാരെ കാണാൻ ഭാഗ്യം ലഭിച്ചു. അബ്രഹാം പ്രാർത്ഥിച്ചു, കുഞ്ഞിനെ തന്നെ. ഒരു ദിവസം അബ്രഹാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീകരണം കാണിച്ചു ചോദിച്ചു, അബ്രഹാമെ നീ കാണുന്നതെന്താ? അബ്രഹാം പറഞ്ഞു, കോടാനുകോടി മണത്തരികൾ, ആകാശത്തിലോ ലക്ഷോലക്ഷം നക്ഷത്രങ്ങൾ. അബ്രഹാമെ ആകാശത്തിലെ നക്ഷത്രം പോലെ, കടലിലെ മണത്തിരി പോലെ ഒരു വലിയ ജനതയെ നിന്നിൽ നിന്നും ഇതിൻ്റെ ഉണങ്ങി വരണ്ട കുതിരകളുള്ള ഭാര്യ സാറായെന്നും ഞാൻ മറ്റിപ്പിക്കും. അബ്രഹാമിൻ്റെ കണ്ണു തള്ളി. 80-ാം വയസ്സിൽ എങ്ങനെ വെക്കും? സാറ കുലുങ്ങി ചിരിച്ചു. നക്ഷത്രം അമ്പളിയമ്മാവ്, മണത്തരി മണ്ണാങ്കട്ട, 70 എങ്ങനെ വരാൻ? പിറ്റേന്ന് യാത്ര തിരിച്ചു. 5 വർഷങ്ങൾ പോകുന്ന വഴിക്ക് സാറ അബ്രഹാമിനോട് ചോദിച്ചു, ഇന്ത്യ വിഷയ നക്ഷത്രം എവിടെ പോയി? മണത്തരി അനക്കൊന്നും കാണുന്നില്ല. ഒരു വേലക്കാരി പെണ്ണിനെ ആകാം അവളെ പ്രാപിച്ചു. അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. അവരുടെ പേരുള്ളൂ ഇസ്മായേൽ. ഇസ്മായേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം നിലവിളി കണ്ടു, ദൈവം കണ്ണീർ കണ്ടു. നമ്മളോർക്കും നമ്മുടെ പൂർവ്വപിതാവ് അബ്രഹാം ഒരു വെല്ലുവിളിയെ പെർമോസ് മാത്രമല്ല പണിക്കാരിയും പുറത്തേക്കാം. പക്ഷെ ഓർക്കണം, അന്നത്തെ പാരമ്പര്യം BC 1850 അബ്രഹാമിന്റെ കാലഘട്ടം. അന്നത്തെ രീതി ഒരു കുടുംബനാഥൻ മക്കളില്ലാതെ മരിക്കുന്നതിന് മുമ്പ് വേലക്കാരിയെ ഗർഭിണിയാക്കി ഒരു കുഞ്ഞിനെ പ്രസവിച്ച് അതിൻ്റെ മുഖം കണ്ടിട്ടുണ്ടായിരിക്കണം. അത് മതത്തിൻ്റെ ദൈവം, അത് രാജ്യത്തിൻ്റെ ദൈവം. ഒരു കുഞ്ഞിൻ്റെ മുഖം കണ്ടിട്ട് കുടുംബനാഥൻ മരിക്കണം. കൂലിക്കാരി കിട്ടിയാണ് വേലക്കാരി. ആരാ കൂലിക്കാരി? രാവിലെ 8 മണിക്ക് പണിയാൻ പോയില്ല, 5 മണിക്ക് വീട്ടിൽ തിരിച്ചു പോകുന്നവൾ കൂലിക്കാരി, വീട്ടിൽ നിന്ന് പണിയുന്നവൾ വേലക്കാരി. ആ വേലക്കാരി കുഞ്ഞിനെ ലഭിക്കാൻ അങ്ങനെ ഹാഗാർ ഇസ്മയേൽ വെച്ച് ഒരു സ്ഥലത്ത് ഞാനെന്ന് പറഞ്ഞപ്പോൾ 75 വയസ്സ് പ്രായമുള്ള ഒരു അങ്കിൾ ജനിച്ചു, ജോസഫ് തച്ച. ആ രാജ്യം ഇപ്പോഴും വിസ കിട്ടാൻ സാധ്യത. അബ്രഹാം ആ കാലം മോൻ ജനിച്ചു. ഇസ്മയേൽ വളർന്നു വണ്ടിച്ചിട്ടും ഉരുട്ടി നടക്കുമ്പോൾ ദൈവകൽപ്പന ദാസിയും ജനിച്ചു ദൃശ്യം ഹൃദയായ ഭാര്യ സാറായെ കുറിച്ച് പോവുക. സാറായിലെ 90, അബ്രഹാമിന് 100. പ്രതീക്ഷ അബ്രഹാം വീണ്ടും വിമർശിച്ചിരിക്കുമ്പോൾ നിങ്ങൾ പിന്നാമ്പുറത്ത് ഒരു ശബ്ദം നോക്കുമ്പോൾ മിസ്സിസ് അബ്രഹാം
ചെടിയിരുന്ന് കുത്തിയിരുന്ന് ഓക്കാനും ചെയ്തു. പുളിയമ്മാങ്ങ കഴിച്ചു പോയി, വാളംപൊടി ചവച്ചിട്ടുണ്ടായിരുന്നു. അബ്രഹാം തലകുത്തി കൊടുത്തു, പുറന്തീങ്ങി കൊടുത്തു. എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചപ്പോൾ സാറ ഒരു മോനെ പ്രസവിച്ചു. അവൻ പേരിട്ടു പവിഴം. ദൈവം ചിരിക്കുന്നു, അവൻ ചിരിപ്പിക്കും. കാരണം വലുതാത്ത മോനെ കഴിഞ്ഞു. ഇസഹാക്ക് അവരെ നോക്കി ചിരിച്ചപ്പോൾ അവരെ ക്ഷേത്രമാണ് തിരിച്ചു കഴിഞ്ഞു. അവനും ചിരിച്ചു. അങ്ങനെ ചിരിയുടെ രാത്രി കൂത്തി മക്കൾ കൊടുത്തുമ്പോൾ ദൈവകൽപ്പന ഇസഹാക്കിനെ മോളിയാമരിയിൽ വെല്ലുവിളിക്ക് കത്തിയെടുത്തു പോകും. ദൂരദേശത്ത് ആടിനെ കഴിച്ചു അവർ അന്തരിച്ചു പോയി. അബ്രഹാമിന്റെ ചരിത്രം തന്നെ 3 ദിവസങ്ങൾ ധ്യാനമായി നമ്മൾ ധ്യാനം ചെയ്തു. ഇവിടെ 1-2 കാര്യം ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, വിശ്വസിക്കുന്നവർ മക്കൾക്ക് നിന്ന് പേര് ശ്രദ്ധിക്കണം. വിശ്വസിക്കുന്നവർ മക്കൾക്ക് നിന്ന് പേര്. ബൈബിളിൽ ഓരോ പേര് മോശ വലിച്ച് എഴുതുന്നത്. ഇസ്മായിൽ ദൈവം നിലവിളിക്കും. ഇസഹാക്ക് ദൈവം ചിരിക്കുന്നു, ചിരിപ്പിക്കും. മാർഗരറ്റ് മുത്ത്, ഡോണ ഗിഫ്റ്റ്, തോമസ് ഡയറക്ടർ, തദ്ദേവൂസ് ലഞ്ചനപ്പെട്ടു, യോഹന്നാൻ ദൈവദാനം, ജോസഫ് വളർത്തുന്നത്. പേരിന് അർത്ഥം. ഇന്ന് പേര് മാറി. പട്ടിക്കും കുട്ടിക്കും ഒരേ പേര്, നട്ടും ബോൾട്ടും മക്കളിലും ഒരേ പേര്. പണ്ട് പേരുകളറിയാം. ക്രിസ്ത്യാനിയാണ്, ഹിന്ദുവാണ്, മുസ്ലിമാണ്. ഭാസ്കരൻ ഹിന്ദു, ബഷീറും മുസ്ലിം, തോമസ് ക്രിസ്ത്യാനി. ജാനകി ഹിന്ദു, സുഹറ മുസ്ലിം, ബൈബിൾ ക്രിസ്ത്യാനി. അറിയാൻ പറ്റുമോ? 3 ആൺപിള്ളേർ. ഒന്നാമത്തെ അനീഷ്, രണ്ടാമത്തെ സുനീഷ്, മൂന്നാമത്തെ ഫിനീഷ്. കല്യാണം കഴിഞ്ഞു 1-ാം വർഷം ഒരു കൺവെൻഷനായി. ദൈവം എന്ന നിധി മോൾ. 2-ാം വർഷം നിന്നെയും വേണം, അയ്യോ വിധി മോൾ. 4-ാം വർഷം വീണ്ടും വേണം, അയ്യോ മതി മോൾ. 6-ാം വർഷം ഓർക്കാപ്പുറത്ത് വേണം, അയ്യോ ചതി മോൾ. ഞാൻ ഒരു പള്ളിപ്പെരുന്നാളിന് പ്രസംഗിക്കാൻ 7 മണി അങ്ങാടി കുരിശുപള്ളി കളഞ്ഞ പ്രസംഗം. പെരുന്നാൾ ഏറ്റുനാൾ പ്രസിഡന്റിന് വൈകിട്ട് 5 മണിക്ക് ഒരു കാപ്പി കുടിക്കാൻ നിന്നപ്പോൾ ഇദ്ദേഹം ഇലക്ട്രിക്കൽ സാധനം കിട്ടുന്ന വലിയ കടക്കാരനാണ്. കടകളിൽ ഇരിക്കാനുള്ള വയറിങ്ങിനുള്ള വയർ റോഡായി വരാൻ സൂചിപ്പിച്ചിരിക്കുന്നു. 3 പെൺപിള്ളേരാണ്. ഭാര്യ 4-ാമതും ഗർഭിണിയാണ്. പ്രദക്ഷിണമാണോ പ്രസവമാണോ അതൊന്നും പറയാൻ പറ്റില്ല. ആ പെൺകുട്ടിയിരിക്കും. ഈ മനുഷ്യൻ പറഞ്ഞു, ഓരോ കുഞ്ഞും ജനിച്ചപ്പം കട വശപ്പിച്ചു. അതുകൊണ്ട് കടയിലെ സാധനങ്ങളുടെ പേര നമ്മൾക്ക് കിട്ടിയ. ഇനി 4-ാമത് ഒരു ആണിനെ പ്രതീക്ഷിക്കും. 3 കുട്ടിയുടെ പേര് സ്വിച്ച്, 2-ാമത് വണ്ടി, 3-ാമത് ചൂടി. 3 പെൺപിള്ളേർ സ്വിച്ച്, വണ്ടി, ചൂടി. ഇനി ഒരാണിനെ പ്രതീക്ഷിക്കും. ഞാൻ പറഞ്ഞു, അഥവാ പെണ്ണാണെങ്കിൽ ഈ പേര് വയറി 1-ാമത്തെ പേര് ചേർത്ത് പോകുന്നത്. ഞാൻ 2 വർഷം മൂന്നാറ് രാജാശ്ശേരി തമിഴന്മാർ ഒരാളുകളെ ധ്യാനിക്കുവാൻ ഒരു 8 വായനയില്ല, മലയാളം അറിയാം. 3 സന്ധ്യാധ്യാനം. 3-ാം ദിവസം രാത്രി 8:30 ധ്യാനം കഴിഞ്ഞപ്പോൾ കരിക്കട്ട പോലെ കടന്ന ഒരു നഗരം ഉജാരം മുടിയ മുണ്ടും ജൂവൻ വെച്ച് എൻ്റെ അടുക്കും എന്നിട്ട് ചാമി തലയിൽ വെച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ കരിക്കട്ട പോലെ കടത്തയാൾ. ഞാൻ ചോദിച്ചു, സഹോദരൻ്റെ പേരെന്ത? അവൻ വെള്ളച്ചാമി. ശരിക്കും ദൈവത്തിൽ ഒരു ബന്ധമൊന്നും ഉള്ളതില്ല. ദൈവം അങ്ങനെയല്ല. ദൈവം പേരിന് അർത്ഥം വെച്ചാൽ ദൈവത്തിൻ്റെ പേര് കരുണാവാരി, സ്നേഹത്തിൻ്റെ. നമുക്ക് വിശ്വസിക്കുന്ന പേര് ഈ അബ്രഹാമിനെ വെച്ചുകൊണ്ട് പരിശുദ്ധ 14-ാം ബെന്നിൻ്റെ മാതാവ് 2012 വിശ്വാസ വർഷം ഉദ്ഘാടനം ചെയ്തു. 1-ാം ഫ്രാൻസിസ് മാതാവ് വിശ്വാസ വർഷം തുടരാൻ പറഞ്ഞു. പരിശുദ്ധന്മാരെ അബ്രഹാമിനെ വെച്ചുകൊണ്ട് വിശ്വാസത്തെ പഠിപ്പിച്ചു. വിശ്വാസത്തിൻ്റെ 5 ദർശനങ്ങൾ, വിശ്വാസത്തിൻ്റെ 5 വ്യാഖ്യാനങ്ങൾ മാർപ്പാപ്പ നമ്മളെ പഠിപ്പിച്ചു. ഈ മണിക്കൂറിൽ 5 വ്യാഖ്യാനങ്ങളിലൂടെ നമ്മൾ കണ്ടുപോകും. 1, വിശ്വാസം ഒരു ഉപേക്ഷയും പുറപ്പാടുമാണ്. വിശ്വാസം ഒരു ഉപേക്ഷയും പുറപ്പാടുമാണ്. 12:1 മുതൽ 10 വരെ. അബ്രഹാമേ
ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് പുറപ്പെടും. വിശ്വാസത്തിൽ ഒരു ഉപേക്ഷയും പുറപ്പാടുക. വിശ്വാസം ഉപേക്ഷയും പുറപ്പാടുക. ഉപേക്ഷയും പുറപ്പാടുക. അബ്രഹാം രണ്ട് കാര്യങ്ങളെ ഉപേക്ഷിച്ചു. അകത്തെയും ജലത്തെയും. അകത്തെയും ജലത്തെയും അബ്രഹാം ഉപേക്ഷിച്ചു. 80-ാം വയസ്സ് വരെ അടിമയെ പോലെ പണിതുകൾ നടന്ന അബ്രഹാമിന് അഹംഭാവം ഇല്ലാതായി. വിശ്വാസത്തിൽ വളരുമ്പോൾ അഹംഭാവം ഒരിക്കലും അകത്തെ ഉപേക്ഷിച്ചു. ഭർത്താവ് ഭാര്യയെ തിരിച്ചുമ്പോൾ അവിടെ അഹംഭാവം ഇല്ലാതായി ദൈവം ഭാര്യയെ ഉപയോഗിക്കുന്നു. ഭാര്യയെ ഭർത്താവ് തിരിച്ചുമ്പോൾ ഭർത്താവിനെ ഉപയോഗിക്കുന്നു. കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ തിരിച്ചുമ്പോൾ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കും. നിങ്ങൾ ജനങ്ങൾ ഞങ്ങൾ അച്ഛന്മാരെ തിരിച്ചുമ്പോൾ ഞങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങളാരാന്ന് ഒരിക്കലും ചിന്തിക്കില്ല. ഞങ്ങളുടെ അഹംഭാവം ഇല്ലാതാക്കാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. അകത്തെ ഇല്ലാതാക്കാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. കത്തോലിക്ക അച്ഛന്മാർക്ക് അഹംഭാവത്തിന് നല്ല വകുപ്പാണ്. എവിടെ ചെന്നാലും അച്ഛന്മാർക്ക് ഒന്നാം സ്ഥാനം. നിങ്ങൾ കഷ്ടപ്പെട്ട് വീട് പണി അച്ഛൻ്റെ വക ഒരു ഇഷ്ടിക പോലും വാങ്ങിച്ചില്ല. എങ്കിലും വീട് വെഞ്ചരിക്കാൻ വരുമ്പോൾ അച്ഛന് ഒന്നാം സ്ഥാനം. ഒരു സ്ത്രീ വേദനയുടെ കുഞ്ഞിനെ പ്രസവിക്കുന്നു. മാമോദീസ മുക്കാൻ വരുമ്പോൾ അച്ഛന് ഒന്നാം സ്ഥാനം. വിവാഹത്തിന് പുരുഷൻ കാലിൽ പിടിക്കുന്നു, സ്ത്രീ സാരി പിടിക്കുന്നു. കെട്ടിക്കാൻ വരുമ്പോൾ അച്ഛന് ഒന്നാം സ്ഥാനം. മരണവീട്ടിലാണെങ്കിൽ അച്ഛൻ ശവം എടുക്കാൻ വരുമ്പോൾ കുടുംബത്തിൽ കൂട്ടക്കഴിച്ച് ഞങ്ങളുടെ കക്ഷിയെ പൊക്കാനുള്ള കാലം ഇതാ വന്നിരിക്കുന്നു. എവിടെ അച്ഛന്മാർക്ക് ഒന്നാം സ്ഥാനം. ഞാൻ തൃശ്ശൂർ ശക്തമ്പുരാൻ ബസ് സ്റ്റാൻഡിൽ നിൽക്കുക. ഒരു പെട്ടിരിക്കാൻ വരെ ആപ്പിളുകളുണ്ട്. 5-6 ആപ്പിൾ എൻ്റെ പ്രായമുള്ള ഒരാൾ പെരുകയുണ്ടായി. ആൾക്കാർ വരും കള്ളൻ പിടിയിടാതെ. അച്ഛനായി ഞാൻ പെരുക്കെടുത്താൽ അയ്യോ പുത്തമരിക്ക് ജോസഫ് ഇത്രയും പ്രായമായിട്ടും പിള്ളേരില്ല. അച്ഛന് വേണമെങ്കിൽ 2 കിലോ ആപ്പിൾ ഞങ്ങൾ മേടിച്ച് തരാം. ഇതാണ് ആനുകൂല്യം. എൻ്റെ പ്രായമുള്ള ആൾ ഒരു യുവതിയെ കുറേ സമയം അടിമുടി സൂക്ഷിച്ച് നോക്കിയാൽ അവൾ ചെരുപ്പ് കഴിയും. എന്നാണ് നോക്കുന്നത്. അച്ഛനായ ഞാൻ നോക്കിയാൽ എന്നാ അച്ഛാ കാണാതെ പോയത് വിശ്വസിയായി സ്ഥിതിയായിരിക്കുന്നത്. ഇതാണ് ആനുകൂല്യം. ദൈവം ആരെങ്കിലുമായിരിക്കും തിരുത്താനെ. അതെന്തിനാ അകത്തെ ഇല്ലാതാക്കാൻ. ഞങ്ങൾക്ക് 13 വർഷം പഠിക്കുമ്പോഴാണ് അച്ഛനായിട്ട് പട്ടം കിട്ടുക. അതിൻ്റെ 5-ാം വർഷത്തിൻ്റെ 12 മാസം പുറത്തു പോകാതെ അകത്തേക്ക്. ആ കാലത്ത് പിടിക്കുന്ന വാക്ക് നൊവിശ്യ. 12 മാസം നല്ല കടുപ്പമുള്ള പണി, വെള്ളി കട്ടിയുള്ള ഉപവാസം, നല്ല പ്രാർത്ഥന, വായന. 6-ാം മാസം 1-ാം ദിവസം പിക്നിക്കിലെയാണ്. രാവിലെ 6 മണിക്ക് ഇറങ്ങി പോകാം, 7 മണിക്ക് വന്നാണ്. ഞങ്ങൾ 12 പേര് 12 ദിക്കുകളിലേക്ക് യാത്രയായി. സൈക്കിൾ വാടകയ്ക്ക് എടുത്തു. അന്ന് 5 രൂപയ്ക്ക് വിലയുണ്ട്. 5 രൂപ പോക്കറ്റ് വഴി തോന്നി. ചോറും കൂടി കെട്ടിട്ടു. 12 പേര് 12 ദിക്കിലേക്ക് യാത്രയായി. 11 പേരും 6 മണിക്ക് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ കൊടക്കണ്ടിൽ വരെ മെലിഞ്ഞൊടുങ്ങിയ ഒരു ഷമ്മാശ്. അദ്ദേഹം മാത്രം വന്നില്ല. സുപ്രിയകാശം വെച്ചിട്ട് മുട്ട വെച്ചാലും കക്ഷി ആവശ്യത്തിന് കണ്ടുപിടിക്കും. രാത്രി 8 മണി ഈ സഹോദരൻ സൈക്കിളും കഴിവരും. ടയർ പഞ്ചറായി ചറിയുമ്പോൾ റിമോ വളർന്നുപോയി. പിന്നെ മുന്തിരിക്കൊണ്ട് വരിക. പറഞ്ഞിട്ട് കാര്യമില്ല. ഐസിലൊക്കെ ഒരുപാട് വറുത്തുകൾ. ഒരു ദിവസം വെള്ളിയാഴ്ച കണ്ടം കളിച്ച് ഞാറ് നടന്ന പണിയാണ്. ഉപവാസം. രാവിലെ ഉപ്പുമാവ് കട്ടക്കാർക്ക്, ഉച്ചയ്ക്ക് തിളപ്പിച്ച് ജീരകം വേണം, 4 മണിക്ക് കാലിച്ചായ, രാത്രി 8 മണിക്ക് ചൂട് കഞ്ഞി, കടപ്പറം, കണ്ണിമാങ്ങ, പപ്പടം എന്ന് വെള്ളിയാഴ്ച അയച്ചു. ഞങ്ങളെല്ലാം പണിയും കഴിഞ്ഞ് 4 മണിക്ക് കയറി വന്നു. എല്ലാവരെയും കയറിയിട്ടു. തലേ ദിവസം വരാൻ കഴിയാതെ ഒരു ശിക്ഷ. ആശ്രമത്തിനകത്ത് ഒരു പഴയ നിലവട, ക്ലാവ് പിടിച്ച് പച്ച പുൽത്തകടി പോലെ നിറമുറിയ ഒരു നിലവട. അന്ന് വാഴയിലെയും ചാരവും കൊടുത്തിട്ട് വന്നു. ഇതിൻ്റെ ക്ലാവും കൂടെ തേച്ച് കെട്ടിയിട്ട് അകത്തേക്ക് പോയാൽ മതി. ഞങ്ങൾക്ക് സങ്കടമുണ്ട്.
കൊമ്പനാന ചവിയാൻ പോത്ത പ്രാവ് കുരക്കമ്പി പോലെ മെലിഞ്ഞായിട്ട് എന്നെടുക്കാൻ പറ്റും. ഞങ്ങൾ നോക്കിയിരുന്നു 50 ഈ സഹോദരൻ ചമ്മറം പടഞ്ഞ് നിലവിൽ വാഴയില കയറ് ചാടിയിട്ടുണ്ട്. 2 മിനിമം 1 മിനിമം 1 മിനിമം 1 മിനിമം 15 മിനിറ്റ് കഴിഞ്ഞപ്പം നിലവിളക്കിൻ്റെ ക്ലാവെല്ലാം പോയി വിളക്ക് 25 ക്യാരറ്റ് സ്വർണ്ണാഭരണം പോലെ വെട്ടിത്തടഞ്ഞു. രാത്രി ഞങ്ങൾ ചോദിച്ചു, ആരോഗ്യമില്ലാത്ത ബന്ധമെങ്ങനെയാണ് 2 മിനിറ്റിന് ഈ വിളക്കിൻ്റെ ക്ലാവ് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു, ആരോടും പറയേണ്ട സുഖ്യരച്ചൻ്റെ മോഹത്തെയാണ് മോഹം ഒറ്റ പിടുത്തം വെച്ചപ്പോൾ ക്ലാവും പോയി പുകയിൽ പോയി. എന്തിനായി? അകത്തെ ഇല്ലാതാക്കാൻ. അകത്തെ മാത്രമല്ല ജലത്തെയും മറന്നു, ജലത്തെ മറന്നു. അബ്രാഹം സ്വന്തം ലേഖനം നോക്കിയപ്പോൾ വയലിനുള്ള വയൽ തെളിയിക്കും പോലെ ഞരമ്പ് സാധാരണ മുഖത്ത് ഉണങ്ങിയ കശുവണ്ടി പോലുള്ള ഒരു മോന്ത സാധാരണ പോകില്ല, ലേഖനത്തും പോകില്ല. വിശ്വസിക്കുന്നവർ ശരീരത്തെ മറക്കണം. ചെറിയ രോഗം വരുമ്പോൾ ചുമ്മാ അസ്വസ്ഥരാകരുത്. ഇവർക്ക് എന്നാ ടെൻഷനാണ്. എനിക്ക് ചോദിച്ചാൽ മതി ടിവിയിലെ ആരംഭമാണ്, നേരത്താൽ മതി ദശമാണ്, ഞങ്ങൾക്ക് തെരിയാൻ മതി അച്ചായി കഴിക്കും. ഊരിയുടെ തുണിയിലൂടെ 2 ഉറുമ്പ് കഴിയാൻ മതി. ഉറുമ്പ് കയറിപ്പോയി ഷുഗറിൻ്റെ ആരംഭമാണ്. എന്നുള്ള ടെൻഷനാണ്. ഈ അമിതമായ ടെൻഷൻ വേണ്ട. ഹിന്ദുക്കളുടെ ശരീരം ഈ നാൾ നക്കിയെടുക്കും. ക്രൈസ്തവനാണോ കുഴുക്കൾ തിന്നു. അത് മാർപ്പാപ്പയാണെങ്കിലും മെത്രാപ്പൊലീസാണെങ്കിലും വികാരിച്ചനാണെങ്കിലും ജ്ഞാനഗുരുവാണെങ്കിലും പട്ടാളക്കാരനാണെങ്കിലും കരസേന മേധാവിയാണെങ്കിലും സീരിയലവനാണെങ്കിലും സിനിമാനാണെങ്കിലും ക്രിസ്ത്യാനിയാണോ ആ ശരീരം കുഴുക്കളെ തിന്നു. ചില സ്ത്രീകളൊക്കെ പള്ളിയിലെ ധ്യാനമൊക്കെ കാലിൽ കയറി വീട്ടിലോട്ട് പോകുമ്പം ചില സ്ത്രീകൾ കുതിരവാല് പോലെ മുടി പിന്നോട്ടിട്ട് തല മുന്നോട്ട് നടക്കുന്ന കണ്ടാകുന്നു. ഇവളാണ് ഗബ്രിയേൽ മാലാഖയുടെ രക്തങ്ങൾ. ഇങ്ങനെ കാലിൽ പോകുമ്പോൾ നമ്മളെ നോക്കി കുറേ പുഴുക്കൾ സിമിറ്റേരിയിൽ ഇരുന്ന് ജീവിക്കുന്നു. നാളത്തെ പലഹാരം കാലത്തിന് പോകുന്നുണ്ട്. ഇവിടെയാണ് അകത്തെയും ജലത്തെയും മറക്കണം. അകത്തെയും ജലത്തെയും. എൻ്റെ കൂടെ ഒരച്ഛൻ 117 കിലോ 500 ഗ്രാം. അച്ഛൻ്റെ വയറ്റിലുള്ള നെല്ല് പിടുന്ന ചെമ്പ് പോലെ മടി എടുക്കുന്നു. ഈ അച്ഛൻ പറഞ്ഞു, ജോസഫ് അച്ഛ, ഇനി മേരി ദൈവസ്നേഹം വഞ്ചിക്കാണ് പാടും. ഞാൻ ഒരിക്കലും പാടില്ല. എന്താ ഈ വയറെ നോക്കി എങ്ങനെ പാടും? സ്വന്തമായി ഒന്നുമില്ല. ഈ അച്ഛന് അണത്തേക്കത് ഡോക്ടർ അച്ഛനെ നോക്കിയിട്ട് വന്നു. അച്ഛൻ 6 മാസം കൊണ്ട് 17 കിലോ തൂക്കം കുറയ്ക്കണം. പകൽ ഉറങ്ങുക, രാത്രി ഉറക്കം വരുമ്പോൾ കഴിയുക, ഉറക്കം വീണ്ടും ചാടി എഴുതുക, വൈകിട്ട് 8 മണി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുക, സ്വന്തമായി ഒരു കാശ് കഴിക്കുക, ഡെയിലി 100 ഗ്രാം വീതം കുറയും ഉറപ്പ് വരുത്തുക. 100 കിലോ ആകുമ്പം മണ്ണിൽ വെച്ച് മുഴുവൻ ചികിത്സ, സ്വന്തമായി കാശ് മേടിച്ചു. ഒരാഴ്ച കഴിഞ്ഞത് ഡോക്ടറെ അത് വിജയിക്കുന്നില്ല. അതെന്താ? വയറ് കാരണം രാശിയിലെ അക്കം കാണാൻ ഡോക്ടർ റിപ്പോർട്ട് കയറി നിൽക്കുമ്പം തൂക്കം വിളിച്ചു വരുന്ന ഇലക്ട്രോണിക് രാശി കയറിയാൽ മതി, രാശി തൂക്കം പറയും. അങ്ങനെ ഒന്നും മേടിച്ചു. 2 നാൾ ഡോക്ടറെ അത്രയും കൂടെ പറ്റിയത്. അതെന്താ? ഞാൻ കയറുമ്പോഴേ ക്ലാസ് ഇങ്ങോട്ട് പറയുക. ഡെയിലിയോ ഒരു സമയം ഒരാളെ കാണാം. എത്ര വണ്ണോട് വയറ് ഈ പൊതിയെ. ഇവിടെയാണ് അകത്തെയും ജലത്തെയും മരണം മാത്രം പോരാ. പുറപ്പാട് വിശ്വാസത്തിൽ പുറപ്പാട്. ദൈവം പറഞ്ഞ വഴിയിൽ പറഞ്ഞ സമയത്ത് അബ്രാഹാം പുറപ്പെട്ടു. ഞങ്ങൾ അച്ഛന്മാരും സിസ്റ്റേഴ്സും അധികാരി പറയുമ്പോൾ വെട്ടിയും മാറുണ്ട്. സ്ഥലമാറ്റം പുറപ്പാട്. നിങ്ങളുടെ പുറപ്പാട് സ്വന്തം ഇഷ്ടത്തിൽ നിന്നും കർത്താവിൻ്റെ വീട്ടിലേക്ക് പുറപ്പെടും. സ്വന്തം ഇഷ്ടത്തിൽ നിന്നും ബാംഗ്ലൂർ വീട്ടിലേക്ക് പുറപ്പെടും. ഏതാനും വർഷം മുമ്പ് ഈ ബാംഗ്ലൂരിൽ ഒരു പ്രോഗ്രാം അപകടത്തിൽ മരിച്ചുപോയ സിനിമ നടി മോനിഷയുടെ അമ്മ നടത്തുന്ന നൃത്തവിദ്യാലയം
മുഖ്യ പ്രഭാഷകൻ എന്നെ വിളിച്ചു. അന്ന് ഉദ്ഘാടകൻ ഈയിടെ വിളിച്ചുപോയ ശ്രീനിവാസ്. ഞാനും ശ്രീനിവാസിന് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് ബൈക്കിൽ പോയപ്പോൾ ശ്രീനിവാസം വരച്ച ചിന്താവിഷയായ ശ്യാമയ്ക്ക് ശേഷം സ്വാധീനിക്കാവുന്ന ഒരു പടം ഇന്ന് വരെ പിടിച്ചില്ല. ഇനി ഒരു സിനിമ പിടിക്കുകയാണെങ്കിൽ സ്വന്തം അപ്പൻ്റെ പേര് വിളിച്ച് ഭർത്താവിൻ്റെ പേര് ചേർത്ത, സ്വന്തം ദേശം വിട്ട് ഭർത്താവിൻ്റെ ദേശം ധരിച്ച, സ്വന്തം വീട്ടിൽ വിട്ട് ഭർത്താവിൻ്റെ വീട്ടുപേര് സ്വീകരിച്ച ഒരു സ്ത്രീക്ക് ഭർത്താവിൻ്റെ വീട്ടുകാരെ കൊടുക്കേണ്ട കരുതൽ, അത് വെച്ചാണ് ഈ സിനിമ പിടിക്കുക. ഉപേക്ഷയും പുറപ്പാടുമാണ്. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ ഈ ഭർത്താവിനെ മനസ്സിലാക്കാൻ ഭാര്യയ്ക്ക്, ഭാര്യയെ മനസ്സിലാക്കാൻ ഭർത്താവിന് ശരിക്കും കഴിയാൻ കുറേ കഴിയുന്നത് മനസ്സിലാക്കുക. ഉദാഹരണം, ആദ്യ നാല് കണ്ടാലും മിഠായി മാല, നേരെ അന്വേഷണങ്ങൾ, ചിരി, സന്തോഷം. വീട്ടിൽ നിന്ന് കേരളത്തിലായി. ഇതാണ് ലൂസിഫർ ബേസബൂണിൻ്റെ മൂത്ത പുത്രിയും നവീകരണമല്ല ഇന്നത്തെ ജീവിതം. കുറച്ച് നാൾ മുമ്പ് കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിന് തൊട്ടുതായി ഒരു ഇന്ത്യക്കാരൻ പാർട്ടി കാറിൽ നിന്ന് 60 വയസ്സ് പ്രായമുള്ള ഭർത്താവും ഭാര്യ ഇറങ്ങി സിറ്റിയിലേക്ക് പോകാം. ഞാൻ നോക്കുമ്പോൾ ഭർത്താവ് ഇടത് ഭാര്യയെ വലയിൽ പിടിച്ച് W എന്ന പോലെ നടന്നു പോകുന്നു. ആൾക്കാർ ചോദിച്ചു, ഈ പ്രായത്തിലും എന്തൊരു പ്രേമം, കെട്ടിയോക്കണ്ടും പ്രേമമല്ല, ഇവിടെ എനിക്കില്ലായിരിക്കും, ഇവിടെ കയ്യേന്ന് വിട്ടാൽ ഇവർ ഷോപ്പിൽ ഓടിക്കും. നമുക്ക് വിളിച്ചില്ല. വിശ്വാസത്തിൽ ഉപേക്ഷയും പുറപ്പാട്, വിശ്വാസം ഉപേക്ഷയും പുറപ്പാടും. ഈ പുറപ്പെടുന്നത് കൊണ്ട ആണുങ്ങൾ കെട്ടുമ്പം വിലക്കുന്ന കാണാം, പെണ്ണുങ്ങളെ കെട്ടിക്കുമ്പം വിലക്കുന്ന കാണാം. കാരണം അതൊരു പുറപ്പാടായതുകൊണ്ടാണ്. ഏത് പട്ടാളക്കാരനും തോക്ക് പിടിക്കുമ്പം വിലയ്ക്കാത്ത കൈ പാല് പിടിക്കും വിലയ്ക്കും. കാരണം പട്ടാളക്കാരന് പോലും അറിയാം രണ്ടാം ലോകമഹായുദ്ധം സൃഷ്ടിക്കാൻ ഇന്ന് മുതൽ ആരംഭിക്കുന്ന മൂന്നാം ലോകമഹായുദ്ധം അവന് ശക്തിക്ക് അപ്പം. ഞാൻ വളരെ നാൾ മുമ്പ് ഒരു കണക്കറ്റാവിനെ കെട്ടിച്ചു. അവൻ കെട്ടിയത് ഇംഗ്ലീഷ് പഠിക്കുന്ന ടീച്ചറെ ചൂരൽ വഴി കുലുക്കി വർദ്ധിച്ച് പിള്ളേരെ അടിച്ച് കഴിയുന്ന സാധനം. ഞാൻ നോക്കുന്നു, ചൂരലിൻ്റെ നാലിൻ്റെ പകുതി കട്ടിയില്ലാത്ത ചീകുന്നതിൽ കൈകാലുകൊണ്ട് വെള്ളം ഇടുമ്പോൾ ഇവൻ്റെ കൈ ഉറങ്ങുന്നില്ല. ചിത്രശ്രമം തേടിപ്പിക്കാൻ വേണ്ടി പൂവിൻ്റെ മണ്ണിലൂടെ പറക്കുന്നത് കൈവന്നിട്ട് പോകും. അവസാനം കഷ്ടപ്പെട്ട് കെട്ടി ഒപ്പിച്ച് യാത്രയായി. പിറ്റേക്ക് നിരാഴ്ച ഇവനും ഭാര്യയും കൂടി ഒരു കേക്ക് കൊണ്ട് എന്നെ കാണാൻ. ഞാൻ കേക്ക് ആശംസിച്ച് മുറിച്ചു. 2 ചെറിയ കഷ്ണം ഇവർക്കും ഇട്ടു. തമ്മിലെ മുഴുത്ത കഷ്ണം ഞാനും ഇട്ടു. ബാക്കി അരുമാൻ വെച്ച് കൂടി. ഇറങ്ങി പോകുമ്പോൾ ഇവരെ പോണത്തേക്ക് ഞാൻ ചോദിച്ചു, പേടിക്കുള്ള കണക്കെത്തിയാവുക എന്നാ വിലയാണ് മനസ്സിൽ. സ്വന്തമായിട്ട് ഒരു പെണ്ണിനെ കിട്ടുന്നു കുറേ കൂടെ ധൈര്യമുണ്ടായിരുന്നു. അവൻ ചോദിച്ചു, ആഹാ അച്ഛ, അത് വിലയാണെന്നാണ് അച്ഛൻ പോട്ടെ. ഞാൻ പറഞ്ഞു, കൈ എങ്ങനെ തുള്ളുന്നത് വിലയല്ലാതെ വിലയുണ്ടോ? ഒരു പൊന്നച്ച വിലസല്ല, ഇത് പെണ്ണുകളെയാണ്. കത്തോലിക്ക സഭയിലെ ഗൗരവമുള്ള ഒരു ഭൂതാശയുടെ സ്വീകരണമല്ലേ വിലസലച്ച. പിന്നെയോ പരിശുദ്ധാത്മാവിന്റെ പുരുഷൻ മാതാപിതാക്കളെ സൂര്യനിലെ ഒരു ഉപേക്ഷയും പുറപ്പാടും. 2 വിശ്വാസം, ഉപേക്ഷയും പുറപ്പാടും. 2 വിശ്വാസം ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടം. വിശ്വാസം ഇരുട്ടിലേക്ക് എടുത്തിയാണ്. നാളെ എന്തെന്ന് അബ്രഹാം ഓർത്തില്ല, ദൈവം കാത്തു. നമ്മളൊക്കെ വിശ്വാസത്തിൽ എടുത്തിയാട്ടം നടത്തുന്നവരാണ്. കല്യാണം കഴിയും പള്ളിയിൽ പോയ വഴിക്ക് വണ്ടിയായി മരിച്ച നവദമ്പതികൾ, പ്രസവത്തോടെ തളർന്നുപോയ കാര്യങ്ങൾ, 40-ാം വയസ്സിൽ സ്ട്രോക്ക് വന്ന ഭർത്താവ്, ദൈവത്തോടും ഒറ്റവർ അതിനകത്തൊന്നുമില്ല. ഇന്ന് എല്ലാവരും വിശ്വാസത്തിലെ 2000 ആണ്ട് മുതൽ മരണത്തിന് അടയാളങ്ങൾ ലോകത്ത് ഒത്തിരിയുണ്ട്. ഭൂമിയൊരുക്കം, ചിക്കൻ കുഞ്ഞ, ഡെങ്കിപ്പനി, പക്ഷിപ്പനി, പട്ടിപ്പനി, പന്നിപ്പനി, കൊറോണ വൈറസ്, ഒമിക്രോൺ, എന്തെല്ലാം പേരുണ്ടായിരുന്നു. നമുക്ക് ഒരു രോഗം വന്നാൽ നമ്മൾ കൊച്ചു പേരേ ഉള്ളൂ. പക്ഷെ അമേരിക്കയിൽ മറ്റുമൊക്കെ ഒരു കാറ്റ് വന്നാൽ പോലും ഭയം
കൈ വെക്കുന്ന കത്തിരിക്കായും കത്തിനാണ് പെണ്ണുങ്ങളെ നല്ല ഡെൻസിറ്റി. കാരണം 2007 അമേരിക്കയിൽ ഞാൻ ധ്യാനിക്കുമ്പോഴാണ് ഒരു കള്ളക്കാരൻ കത്രീന എൻ്റെ ദൈവമേ അതിൻ്റെ അടക്കം കല്ല് പോയി ഫോൺ പോയി വണ്ടിയില്ല. ഒരു കൂട്ടുകാരന് വേണ്ടി 3 രാത്രിയും പോയി ബ്രെഡും ഓംലെറ്റും കൊക്കോക്കോളായും കഴിച്ചിരുന്ന ഓർമ്മയുണ്ട്. അമേരിക്ക കാര്യം വലിയത് കത്രീന, റീഹ, ബെൽമ, ഐവൻ, ജീൻസ്, ചാൾസ്, ഡാൻസി, സാൻഡി, വിക്കി, ഭയങ്കര പേര്. പക്ഷെ നമ്മുടെ മലയാളികൾക്കിടയിൽ നമ്മൾ ആണുങ്ങൾ വെറും ഓക്കന്മാരാണെന്ന് ആൾക്കാരുടെ കരുത്. അതുകൊണ്ട് കേരളത്തിൽ ഒരു കാറ്റ് വന്നത് ഓക്കി നമുക്ക് ഭയങ്കരമായ പേരുണ്ട്. അമേരിക്കയ്ക്കും ഇന്ന് പേടിയാണ് ഈ കാറ്റിൽ, നമുക്കും പേടി. 2000 ആണ് ദക്ഷിണ കേരളം പേടിച്ചു. അതായിരുന്നു ഭയങ്കരമായ ഭൂമി. ഇതിൻ്റെ അവസാനം ജനുവരിയിൽ ഗുജറാത്തിലും തീരുക ഒരു സ്റ്റേജിലൊക്കെ പോകാൻ. ഞാനാണെങ്കിൽ ആ കുലുക്കം ആൾക്കാരുടെ കൂടെ നിന്ന് മൊത്തം വിളിച്ചിട്ട് അച്ഛൻ. ഒന്നാമത്തെ കുലുക്കം 2000 ഡിസംബർ 11 കാഞ്ഞിരപ്പള്ളി കത്തിരിപ്പള്ളി അച്ഛൻ ഞാൻ ചെയ്യും കപ്പിച്ച് വിഷയം. ഓരോ വീടും കയറി വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ വെച്ചിരിച്ച് പോകുമ്പോൾ ഒരു സ്ത്രീ ഒരു കൊച്ചിനെ കൊണ്ട് പോയി. എൻ്റെ കാലിൻ്റെ കീഴെ ആരോ ചൊറിയുന്ന അനുഭവം. ഒരു വിളിയില്ല. ഒരു സ്ത്രീ കുഞ്ഞിനെ പൊക്കി പിടിച്ച് പറയാം, ഭൂമി വിഴുങ്ങുന്നേ ഭൂമി വിഴുങ്ങുന്നേ. അപ്പോൾ ആ പിടിയിട്ട് കാലിൻ്റെ കീഴെ കിടന്ന് ഭൂമി പിടികൾ ഒരു തരിപ്പ് പോലെ വന്ന ഞാനും സ്ത്രീയും കൂടെ ആളും കൂടെ അടുത്ത് കണ്ട വീടിന് ആഴുന്ന വിജയിൽ അന്വേഷിച്ച് ഒരു 10 സെക്കൻഡ്. ആ സമയത്ത് എൻ്റെ കൂടെയുള്ള അച്ഛൻ കാഞ്ഞിരപ്പള്ളി വെല്ലുമടക്കി പ്രായമുള്ള കന്യാസ്ത്രീ അമ്മമാരെ സംസാരിപ്പിച്ച് കുഴിഞ്ഞിരിക്കുകയായിരുന്നു. അല്പം കഴിഞ്ഞ് അച്ഛനെന്തോ അരിതായ്മ പോലെ ശേരിയിൽ പോലെ തോന്നി. അച്ഛൻ തലമുടി നോക്കുമ്പോൾ 80 വയസ്സുള്ള വലിയ കന്യാസ്ത്രീ കുമ്പസാരകൂടും കമ്പിവലയും കൂടെ അച്ഛന് നേരെ ബോക്സിംഗ് എന്നതുപോലെ ഉന്നം പിടിച്ച് വരുന്നു. ആദ്യത്തെ കുലുക്കം. അന്ന് ഉച്ച കഴിഞ്ഞ് 2:30 ദേശീയ നികുതി സമ്മാനം കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടി പാല അൽഫോൻസാകോളേജിൽ വിളിച്ച് ഞാൻ കുഞ്ഞുങ്ങൾക്ക് സമ്മാനം കൊടുത്ത് അനുവാദിച്ചെന്ന് പറയുകയും ഓരൊറ്റ കുലുക്കം. പെൺപിള്ളാർ ജീവനങ്ങൾ പോയി. ഞാനും സിസ്റ്റർ പ്രിൻസിപ്പാൾ മാത്രം കസേരയിൽ. സത്യം പറഞ്ഞാൽ എനിക്കും തോന്നിയത് ഓടിയാട്ടമാണ്. 2ാം ദിവസം ഉച്ച കഴിഞ്ഞ് 2:30 കൊടുമ്പേര് പാലാ ടൗണിൽ ഒരു അച്ഛനെ കന്യാസ്ത്രീ ഒരുമിച്ച് ഓടുന്ന ആളുകളെല്ലാം പറയും കഴിച്ച് പിടിച്ച് ശ്രമിച്ച്. അവസാനം കുലുക്കുന്നത് പെൺപിള്ളാരെ കയറി നന്ദി പറഞ്ഞ് മുന്നിൽ വന്നു. പല ജ്ഞാനബുദ്ധന്മാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ പ്രസംഗിച്ച് ഭൂമി വരുന്നവരെ ആദ്യം കാണുന്നത്. അതായത് അവസാനം കുലുക്കം. നമുക്കാരും ഒന്നും ഉറപ്പല്ലാത്ത ലോകം ഇവിടെ ഇരുട്ടിലേക്ക് വെച്ചാണ്. ദൈവം നോക്കും, ദൈവം കാത്തോളും. അത് മാത്രമേ ഉറപ്പുള്ളൂ. 1 വിശ്വാസം, ഉപേക്ഷയും പുറപ്പാടുമാണ്. 2 ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടം. 3 വിശ്വാസം, ദൈവത്തിലുള്ള സമ്പൂർണമായ ആശ്രയം വയ്ക്കുക. ദൈവത്തിലുള്ള സമ്പൂർണമായ ആശ്രയം വയ്ക്കുക. അപ്രകാരം ആശ്രയിക്കാൻ ദൈവമല്ലാതെ ആരുമില്ല. ലോകത്തിൽ ആരെങ്കിലും ആശ്രയം വെച്ച് ഇവിടെ മട്ടുമാറുമ്പോൾ നമ്മൾ പറയും. ഉദാഹരണം, ഭർത്താവിനും അമിതമായ ആശ്രയം വെച്ച് ഭർത്താവിൻ്റെ പെരുമാറ്റം മാറിയാൽ ഭാര്യ തരും. ഭാര്യയിൽ അമിതമായ ആശ്രയം വെച്ച് അവിടെ നീ മാറുമ്പോൾ ഭർത്താവ് തരും. കുഞ്ഞുങ്ങളിൽ അമിതമായ ആശ്രയം വെച്ച് പാവം മാറുമ്പോൾ പേരൻസ് തരും. ആരോഗ്യത്തിൽ അമിതമായ ആശ്രയം വെച്ചോ ആരോഗ്യം പോകുമ്പോൾ നമ്മൾ തളരും. എൻ്റെ ശബ്ദത്തിൽ അമിതമായ ആശ്രയം വെച്ചാൽ ശബ്ദം പോയാൽ ഞാൻ തളരാം. 2000 മഹാജീവിതത്തിൽ ചിക്കാഗോയിലുള്ള എന്നെ ഒരാഴ്ചയിലേക്ക് കാലിഫോർണിയയിൽ ആദ്യത്തെ അമേരിക്കയിലാണ്. രാത്രി പകലായ സമയ വ്യത്യാസം, കൊടും തണുപ്പ്. പ്രസംഗിച്ച് എൻ്റെ സ്വരം പൂർണ്ണമായി അസ്തമിച്ചു. തിരിച്ച് നാട്ടിൽ വന്നപ്പോൾ ശബ്ദമില്ല. അപ്പോൾ എൻ്റെ അധികാരി മുന്നിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ കൊണ്ട വിദഗ്ധൻ
കൊട്ടിയം പോളിക്രോസ് ആശുപത്രിയിലെ ഡോക്ടർ കനകരാജ് അദ്ദേഹത്തെ കഴിക്കണം. അദ്ദേഹം പരിശോധിച്ചു പറഞ്ഞു, അച്ഛന് തൊണ്ടയ്ക്ക് അസുഖമില്ല, അമിതമായി ഉപയോഗിച്ചുകൊണ്ട് ഒരു കലമ്പ്, ഒരു നീര് വന്നതാണ്, അത് ചുരണ്ടി കളയാൻ. തിങ്കൾ അഡ്മിറ്റ് ചെയ്യും, ചൊവ്വ രാവിലെ മരുന്ന് പരട്ടി ആരംഭിച്ചു. ലേസർ രശ്മി കൊണ്ട് കലമ്പ് ചുരണ്ടിട്ടു. അത് ബയോപ്സി കഴിച്ചു. ഉച്ച കഴിഞ്ഞ് ഒരു ബോണേഴ്സിനും വന്നു. ഞാനത് തിന്നു ആരാധനയ്ക്ക് പോകും. പോയിപ്പോൾ ഡോക്ടർ പറഞ്ഞു, അടുത്ത ഒരു മാസം അനന്ത സ്ഥലത്തിൽ ഒന്ന് വീട്ടിൽ ഒതുക്കി വെക്കാനും പറയണം. എൻ്റെ സുപ്പീരിയേഴ്സും പറഞ്ഞു 2 മാസം ഒന്നും വേണ്ടില്ല, വായിക്കാൻ പുസ്തകം തന്നു, കേൾക്കാൻ സീഡിൽ, ഫോൺ അറ്റൻഡ് ചെയ്യാൻ ഒരു ടെലിഫോൺ വിളിക്കുന്നു. ആൾക്കാർ വിളിക്കുമ്പോൾ അവൻ പറഞ്ഞു, ജോസഫ് അച്ഛൻ ഓപ്പറേഷൻ കഴിക്കും, ബയോപ്സി കഴിച്ച് കാത്തിരിക്കണം, കുഴപ്പമുണ്ടായിരുന്നു, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. 15 ദിവസമായി ടെലിഫോൺ പകുതിയായി, 3 ആഴ്ചയായി ടെലിഫോൺ നിശ്ചലമായി. ഒരു മാസം കഴിയുമ്പോൾ ശവടക്കും 41 കഴിഞ്ഞു പോവുകയായി. എന്നെ പരിചയമുള്ള അച്ഛന്മാരും സിസ്റ്റേഴ്സും കാര്യങ്ങൾ നല്ല അച്ഛനും ഞാനൊക്കെയായി. അതേ ഉള്ളൂ, മനുഷ്യന്മാരുടെ കാര്യം കിട്ടിയാൽ കിട്ടി പോയാൽ പോയി. വീണ്ടും ശബ്ദം വീട് കെട്ടി കരുണകൾ കഴിഞ്ഞ് ഓടാനും കഴിയും. ഇവിടെയാണ് ബൈബിളിൻ്റെ നല്ലത്തെ വചനം എല്ലാവരും മുദ്രിപ്പിച്ചത്. ഒരിക്കലും മറക്കാത്തത് ബൈബിളിൻ്റെ ഒപ്പം നൽകും. ബൈബിളിലെ 1-ാം പുസ്തകം ഉൽപ്പത്തി, അവസാന പുസ്തകം വെളിപാട്, നല്ലത്തെ പുസ്തകം സങ്കീർത്തനം. ബൈബിൾ ദൈവം ഏറ്റവും വർത്തമാനം പറഞ്ഞ പുസ്തകം ജോബ്. ബൈബിളിൽ ദൈവം ഏറ്റവും സംസാരിച്ചത് ജോബ്. ദൈവം ഒന്നും മിണ്ടാതെ മനുഷ്യൻ മാത്രം വർത്തമാനം പറഞ്ഞ പുസ്തകം സംഗീതം. ദൈവം വേണ്ടിയില്ല, മുഴുവൻ മനുഷ്യൻ്റെ വർത്തമാനം. ജോബിൽ ദൈവത്തിൻ്റെ സംസാരം. ബൈബിളിൻ്റെ ഒത്ത നടുവ് 125-ാം സങ്കീർത്തനം 1-ാം തിരുവചനം. സങ്കീർത്തനം 125:1. യഹോവയിൽ ആശ്രയിക്കുന്നവൻ സിയോൻ പർവ്വതം പോലെ ഉറച്ചിരിക്കും. എവിടെ ആശ്രയിച്ചാലും നിരാശ. യഹോവയിൽ ആശ്രയിക്കുന്നവൻ സിയോൻ പർവ്വതം പോലെ ഉറച്ചിരിക്കും. ഇതാണ് നല്ലൊരു ദൈവത്തിലുള്ള സമ്പൂർണമായ ആശ്രയിക്കൽ വിശ്വാസം. 1 ഉപേക്ഷയും പുറപ്പാടും. 2 ഇരുട്ടിലേക്കുള്ള വേട്ടിലാണ്. 3 ദൈവത്തിലുള്ള സമ്പൂർണമായ ആശ്രയിക്കട്ടെ. വിശ്വാസത്തിൻ്റെ 4ാമത്തെ വ്യാഖ്യാനം, ഫെയ്ത്ത് മീൻസ് ടു ഗോ ബിയോണ്ട് റീസൺ. ബുദ്ധിക്ക് അപ്പുറത്തേക്കുള്ള വളർച്ച വിശ്വാസം. ബുദ്ധിക്ക് അപ്പുറത്തേക്കുള്ള വളർച്ച, അതാണ് ഇസ്മയിലിനെ ഉപേക്ഷിക്കുക. അതിന് ഒറ്റയിലെ മുസ്ലിങ്ങൾ പറയുന്ന ഇസ്മയിൽ, അബ്രാഹത്തിന് പറയുന്ന ഇസ്മയിൽ അല്ല. നിങ്ങൾ അടിപൊളി യൂട്യൂബ് സെർച്ച് ചെയ്യാം, ദ ഹിസ്റ്ററി ഓഫ് ഇസ്മയിൽ, ദ ഫാദർ ഓഫ് ഇസ്ലാം. കാരണം ഒരു അരിവർഗം, ഒരു കാട്ടുവർഗം വെറുതെ ഇട്ടുകൊടുത്ത പേര്. അബ്രഹാമിൻ്റെ മകനുമായി ആ ഇസ്മയിലിന് ഒരു ബന്ധവുമില്ല. അവരുണ്ടാക്കുന്നതാണ് യൂട്യൂബ് സെർച്ച് ചെയ്യുക, ദ ഹിസ്റ്ററി ഓഫ് ഇസ്മായിൽ. നമ്മൾ ദൈവം പറഞ്ഞു, നിങ്ങളുടെ ബുദ്ധി ജനിച്ചതിനെ ഉപേക്ഷിച്ചോ, ഇസ്മയിലിനെ ഉപേക്ഷിക്കുക. കാരണം നമ്മുടെ ബുദ്ധിമാന്മാരിൽ നിന്ന് വിവേകതയിൽ മറച്ചു വെച്ച ദൈവരാജ്യ രഹസ്യം ശിശുക്കളിൽപ്പെടുന്നതിന് എൻ്റെ ഒരു ബ്രൈറ്റ് ലൈറ്റ് ടോപ്സ് ഞാൻ കണ്ടുപിടിൽ നിന്ന് നീട്ടി വെച്ചു. അങ്ങ് ദൂരെ 50 നില കെട്ടിടത്തിന് മുകളിൽ വെട്ടം മുട്ടി. ആ ടോർച്ച് ഞാൻ ആകാശത്തിൽ കഴിച്ചുകൊണ്ട് നിങ്ങളെ ഒഴിക്കുന്നു. എന്താ സംഭവം? ഞാൻ പറയുന്നു, വല്ല ഉൾക്കെങ്ങാനും പോകുന്നതെന്നറിയാൻ ടോർച്ച് വിചാരിച്ചു കൊടുക്കുക. ടോർച്ച് വെട്ടാവുന്ന അപ്പുറമാണ് ഉൾക്കടൽ ലോകം. ഞാൻ അഡ്വക്കേറ്റാകാം, ഞാൻ എഞ്ചിനീയറാകാം, ഞാൻ വക്കീലാകാം, ഞാൻ സയൻറ്റിസ്റ്റാകാം, ഞാൻ പൊളിറ്റീഷ്യനാകാം. പക്ഷെ എൻ്റെ അറിവ് വെറും ബ്രൈറ്റ് ലൈറ്റ് ടോർച്ച്. അതിനപ്പുറത്താ ദൈവത്തിൻ്റെ ലോകം. ഭൂമിയിലെ കൊച്ചു മനുഷ്യൻ ഇത്തിരി ബുദ്ധിമുട്ട് ബൈബിൾ വ്യാഖ്യാനിക്കരുത്. ദൈവത്തെ അകത്ത് ദൈവകാര്യങ്ങളെ വിമർശിക്കരുത്. കാരണം ദൈവം ബുദ്ധിക്കപ്പുറമാണ്, യുക്തിക്കപ്പുറമാണ്. അവർ ചില കാര്യങ്ങൾ നമുക്ക് ബുദ്ധികൊണ്ടും യുക്തികൊണ്ടും ഒരു ഉത്തരവില്ലല്ലോ. ചില കാര്യങ്ങൾ ഞങ്ങളുടെ നമ്മുടെ ഏറ്റവും വലിയ സ്വകാര്യ സ്വത്ത് ഈ ശരീരം. ഈ ദേഹത്തെ ആർക്കും എങ്ങനെയും കൊണ്ടുവരാം. സ്വന്തം ശരീരം.
നമ്മൾ കാണുന്നു ക്രിക്കറ്റ് താരങ്ങൾ, ഫുട്ബോൾ താരങ്ങൾ, വലിയ സ്പോർട്സ് താരങ്ങൾ ദേഹത്തുള്ള പല്ലി, അരണ, പാറ്റ, ഓന്ത്, ഞണ്ട്, തവള എല്ലാം പച്ച കുത്തിരിക്കുക. പല കളിക്കാരുടെ മുഖവും മൃഗത്തിൻ്റെ ഷേപ്പ് ഒരുപോലെയാണ്. ഇങ്ങനെ പച്ച കുത്തിറങ്ങും, പലരും ഇങ്ങനെ പച്ച കുത്തും. അമേരിക്കയിൽ കാണാം ചില കമ്പ്യൂട്ടറുകൾ ബ്ലൗസിൻ്റെ കൈ ഇറക്കിയിട്ട് ദേശീയപതാക പോലും കൈയിൽ നോക്കി നൽകുക. നമ്മുടെ കൈ നിൽക്കാതിരുന്നവരായിരുന്നു. ചില പെണ്ണുകളുടെ തലയിൽ 5 നിറമുള്ള മുടി: നീലമുടി, ചുവന്നമുടി, പച്ചമുടി, മഞ്ഞമുടി, കറുത്ത മുടി. മുരിങ്ങക്ക പോലെ ഒരു പൂവിയിരിക്കുന്നു. ഓരോരോ രീതി. നമ്മുടെ നാട്ടിൽ മുടിക്ക് ആ പിള്ളേർ മുടി എന്തെല്ലാം മോഡൽ എഴുതിയുമ്പോൾ കുടി പോലെ പക്കടിക്കുക. ന്യൂജൻ, പഴഞ്ചൻ, മഷ്റൂം, അമ്പർല, സ്പൈക്കർ, കുട്ടനാട്ടിലെ കച്ചിക്കച്ചവടക്കാരൻ ഏതെല്ലാം കൂട്ടുകാരിക്കുക. ഒരുത്തൻ ബാർബർഷാപ്പിൽ വന്നു. ബാർബർ ചില മുടിയെന്ന് പറയും. ബാർബർ ചോദിച്ചു, ന്യൂജൻ, മഷ്റൂം, സ്പൈക്ക് ഏത് മോഡൽ? അവൻ പറഞ്ഞു, മോഡൽ ഏതായാലും വേണ്ടിയല്ല, എൻ്റെ ഭാര്യയ്ക്ക് പിടിക്കാൻ നീളത്തില്ല. ആ പെരുവിലെ നിലക്കാവും. നമ്മുടെ ഏറ്റവും വലിയ സ്വകാര്യ ഈ ശരീരം. പക്ഷെ ദേഹത്തെ കുറിച്ച് നമുക്ക് ഉത്തരവുണ്ട്. നമ്മളത് ജനിച്ചപ്പോൾ ദൈവം നമുക്ക് എല്ലാ അവയവങ്ങളും കയ്യിൽ നിന്നും കാലിൽ നിന്നും വാതിൽ നിന്നും വയറും ജനിച്ചപ്പോൾ ദൈവം തരാത്ത ഒരേ ഒരു അവയവം വായിൽ പല്ലില്ല. കുറേ നാൾ കഴിഞ്ഞു മുല്ലപ്പൂ മുത്തുപോലെ കുമ്പളങ്ങ കുരുവ് വായിൽ പല്ല് വന്ന് നഗം കുറച്ച് കഴിഞ്ഞ് അവസാനത്തെ പല്ല് മൂടെ പറഞ്ഞു. രീതിയുള്ള കലകപ്പല്ല് മത്തങ്ങാണ്ട് വരെ വായിൽ സ്ഥാനം പിടിച്ചു. ചില ആൾക്കാർക്ക് ജീവിതകാലം മുഴുവൻ മോണയ്ക്ക് പരുപ്പ്, പല്ലിൻ്റെ പുഴുപ്പ്, നെടുകണ്ട മരപ്പ്, ഉരുക്കുഞ്ഞ തയ്പ്പ്. ചില ആൾക്കാർ പറയും, രസപ്പച്ച വല്ലാത്ത പല്ലുവേദന അച്ഛൻ കാര്യമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കാമോ? പല്ലായതുകൊണ്ട് കൈ വെച്ച് പ്രാർത്ഥിക്കാൻ വിളിക്കും, കൈ കൂട്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ പലപ്പോഴും ദൈവമേ എൻ്റെ വിരലിൻ്റെ നഖം നീണ്ടു വരും, നഖം വെട്ടി വെച്ച് ടിപ്പാക്കി വെട്ടി നിർത്താം. ഇതുപോലെ കേടും പോലും കൊത്തും പിളവും സകലമായ വരും നീട്ടി തിന്നാൽ ഒരു പല്ലുവെട്ടി വെച്ച് വെട്ടി നിർത്തിക്കോളാം. ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല. കോടതിയിൽ മെഡിക്കൽ കോളേജിലെ ഡെന്റൽ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസറെ ജനിക്കുമ്പം വരുന്നില്ല, പിന്നെ ഇതിന് നഴ്സുകളാണ്. ഡോക്ടർ പറഞ്ഞു, പൊന്നി ജോസഫ് വെച്ചാൽ ഇതുകൂടി ചോദിക്കില്ല, കഴിക്കാമെന്നാ കഴിക്കും, അടയ്ക്കാമെന്നായിരിക്കും, ഉത്തരവില്ല. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് നമുക്ക് ഉത്തരവില്ല. അവിടെ മറിയത്തിൻ്റെ മനസ്സ് വേണം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇതാണ് കർത്താവിൻ്റെ ദാസി, ഇഷ്ടം പോലെ നടക്കട്ടെ. യോബിൻ്റെ പക്ഷം ദൈവം ദൈവമെടുത്ത് ദൈവത്തിൻ്റെ നാമത്തിൽ ചെയ്യും. ഒറ്റപ്പെട്ടൻ വന്ധ്യവനത്തിൽ മരിച്ചാൽ മോൾ ഇഷ്ടമില്ലാത്ത വഴിയെ പോയാൽ കർത്താവിന് അകാലത്തിൽ അറ്റാക്ക് വന്ന് ഭാര്യയ്ക്ക് ഓപ്പറേഷനുമായി ക്യാൻസർ വന്ന് ജോലി നഷ്ടപ്പെട്ടാൽ രോഗത്തിലേക്ക് രക്ഷിച്ചാൽ ബുദ്ധിക്ക് ഉത്തരവില്ല. ബുദ്ധിമാന്മാരും വിവേകമെന്ന് മനസ്സ് വെച്ചാൽ ദൈവരാജ്യം ശിശുക്കൾക്ക് നൽകുന്ന ദൈവം വിശ്വാസം ബുദ്ധിക്ക് അപ്രതീക വളർച്ച പുസ്തകങ്ങളാണ്. 5 വിശ്വാസത്തിൻ്റെ 5ാമത്തെ വ്യാഖ്യാനം. ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ പരാതി കൂടാതെ ദൈവത്തിന് വേണ്ടി നഷ്ടപ്പെടുന്നതാണ് വിശ്വാസം. ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ പരാതി കൂടാതെ ദൈവത്തിന് വേണ്ടി നഷ്ടപ്പെടുന്നതാണ് വിശ്വാസം. അബ്രഹാമിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇസഹാക്ക്. ദൈവം കണ്ടപ്പോൾ ഇസഹാക്കിനെ വെളികൊടുക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടത് ദൈവം ചോദിക്കാം. ഇഷ്ടപ്പെട്ട ഭർത്താവിനെ ദൈവം എടുക്കാം. ഇഷ്ടപ്പെട്ട ഭാര്യയെ ദൈവം കൊണ്ടുപോകാം. ഇഷ്ടപ്പെട്ട മക്കളെ പരിസരക്കാം. ഇഷ്ടപ്പെട്ട മാതാപിതാക്കളെ ദൈവം എടുക്കാം. ഇഷ്ടപ്പെട്ട സൗന്ദര്യം പോകാം, ഇഷ്ടപ്പെട്ട ആരോഗ്യം പോകാം, സ്വത്ത് പോകാം. അവിടെ തളരാതെ പിടിച്ചിട്ടുള്ള വിശ്വാസം നമുക്ക് എളുപ്പമുണ്ട്. ആരോഗ്യമുള്ള ഭർത്താവ്, സുന്ദരി ഭാര്യ, ബാങ്ക് ബാലൻസ്, ദഹനം, രുചിയുള്ള ഭക്ഷണം, വിശുദ്ധിയുടെ എളുപ്പമാണ്. ഏതെങ്കിലും ഒന്ന് പറയുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകും. നമ്മുടെ വിശ്വാസം കാണാപ്പാട് പഠിച്ച ഒരു വഴി പോകുന്നതിനായില്ല. നമ്മുടെ വിശ്വാസം അത് ചെല്ലുന്നുള്ളൂ, അതിനപ്പുറത്തേക്കില്ലല്ലോ. ഒരു ബിഷപ്പ് രൂപതയിലെ എല്ലാ ഇടവുകളും മാറി മാറിപ്പോയി.
ആദ്യകുർബാന സ്വീകരണം ആഘോഷമായി കൊടുക്കാൻ പോകുമ്പോൾ പിതാവിന് നിർബന്ധമാണ് കുഞ്ഞുങ്ങൾ ഒക്കെയും തിരിച്ചിരിക്കും. ആദ്യം കാണുന്ന 3 കുട്ടികളോട് പിതാവ് ഓരോ ശ്രദ്ധിച്ചിരിക്കും. ഒന്നാമത്തെ കുട്ടിയോട് ആര് നിന്നെ സൃഷ്ടിച്ചു? അവൻ വെളിപ്പെടുന്ന കരുതി പറയും ദൈവം. രണ്ടാമത്തെ കുട്ടിയോട് എന്ത് സൃഷ്ടിച്ചു? അവൻ പറയണം ദൈവത്തെ അനുസരിക്കാൻ. മൂന്നാമത്തെ കുട്ടിയോട് എന്താ ജീവിത ലക്ഷ്യം? അവൻ പറയണം ദൈവത്തിൽ വിജയം പ്രാപിക്കാൻ. ഒരു ഇടവകയിൽ 20 കുഞ്ഞുങ്ങൾ ആദ്യമായി സ്വീകരിക്കുന്നു. വലിയ കന്യാസ്ത്രീയാണ്. 17 പേരെ ഒരു ഹോളിലെത്തി എല്ലാം പഠിപ്പിച്ചു. 3 ആൺപിള്ളേരൊക്കെ ഓരോ മുറിയിലെത്തി. ഓരോ തുല്യം ഓരോ ഉത്തരം. ഒരിക്കലും തെറ്റ്. ഒരു കുട്ടിയൊക്കെ ആര് രസിച്ചു? പാതിരാജ്യം പറയും ദൈവം. വേറെ ഭൂമിയിലൊന്നും അവനെ പഠിപ്പിച്ചില്ല. ഇവിടെ ഒന്നാമത്. രണ്ടാമത്തെ എതിൽ രസിച്ചു അവനെ വർദ്ധിപ്പിച്ചു പറയും ദൈവത്തെ അന്വേഷിക്കാൻ. അത് മാത്രം പഠിപ്പിച്ചു. മൂന്നാമത്തെ കുട്ടി എന്താണ് ജീവിത ലക്ഷ്യം? ദൈവത്തിൽ വിജയം പ്രാപിക്കുക. ഒന്നാമത്തെ ഉത്തരം രണ്ടാമത്തവനും മൂന്നാമത്തിനും അറിയത്തില്ല. രണ്ടാമത്തെ ഉത്തരം മൂന്നാമത്തിനും ഒന്നാമത്തിനും അറിയത്തില്ല. രണ്ടാമത്തെ ഉത്തരം ഒന്നാമത്തിനും മൂന്നാമത്തിനും അറിയത്തില്ല. കുഞ്ഞുങ്ങൾ ബൊക്കയിൽ ജീവിച്ചു. പിതാവിന് നിർബന്ധമാണ്. ആരോട് ചോദിച്ചോ അവരെ പറയാൻ പാടുള്ളൂ. കുഞ്ഞുങ്ങൾ ബൊക്കയിൽ കയറി ഇളം വെയിൽ. പിതാവ് താമസിച്ചു. ഒന്നാമത്തെ ഉത്തരവുള്ള കുട്ടി തല കഴിഞ്ഞ് കാലുപോയി. അവനെ താങ്ങിയിട്ട് പള്ളിമേലെ വരാതി ചാരിവെള്ളി പൊടിയെ കിടത്തി. ഓട്ടോമാറ്റിക്കായിട്ട് ഒന്നാമതായി, മൂന്നാമത്തെ രണ്ടാമതായി, നാലാമത്തെ മൂന്നാമതായി. പിതാവ് താമസിച്ചു. താഴെ ഉണ്ടായി നടന്ന് പോകുന്നവർക്ക് സമയം ലാഭിക്കാൻ വേണ്ടി ആദ്യം ഉപയോഗിച്ചു. ആരും നിന്നെ സൃഷ്ടിച്ചു വേഗം നടന്നു പോവുക. ഇവൻ ദത്തോളം കണ്ടാൽ മതി. അവൻ രണ്ടാമത് കുട്ടികളായിരുന്നു. പഠിപ്പിച്ച കന്യാസ്ത്രീയാണ്. ഉഴുന്നോട്ട് കണ്ടാകുന്നത് കൈ ഉരുട്ടി ദൈവം 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 എന്ന് കാണിക്കുക. ഇവനെ കണ്ടത് പിതാവിൽ നിന്ന് എന്തോ കുഴപ്പമാണ്. സി രക്ഷിക്കാൻ വേണ്ടി പിതാവ് വിളിച്ചു. എന്തിനാണ് അവനെ ചമ്മലത്? ദൈവമല്ലാടാ നിന്നെ ശിക്ഷിച്ച അവന് അല്ലാതെ ദൈവം ശിക്ഷിച്ച കുട്ടി ബോധം വരാനാണ് ദൈവത്തെ അനുസരിക്കുന്നതാണ് ഈ ഞാൻ. പലപ്പോഴും നമ്മൾ കാണപ്പെടുന്ന നഷ്ടത്തേക്ക് പോയിട്ടില്ല. നമ്മൾ വിശ്വാസത്തിൽ നമ്മൾ വളരണം. വിശ്വസിക്കുന്നവർക്ക് 4 അടയാളങ്ങൾ. വിശ്വസിക്കുന്നത് 4 അടയാളങ്ങൾ. മർക്കോസ് 16 പറയും 4 അടയാളം. 1, വിശ്വസിക്കുന്നവർ പിശാചുക്കളെ ബഹിഷ്കരിക്കും. നമ്മളൊന്നും വിശ്വസിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ ആരെയോ പിശാചു കൂടി അല്ല. ശരിക്കും വിശ്വസിക്കുന്നത് ഉള്ളിലുള്ള പിശാചിനെ ബഹിഷ്കരിക്കും. പൈശാചിക സ്വഭാവങ്ങളെ ബഹിഷ്കരിക്കും. കോപം, വെറുപ്പ്, വ്യക്തിയാട്ടം, വിദ്വേഷം, പക, അസൂയ, അകന്ത പിശാചിനെ ബഹിഷ്കരിക്കും. ദൈവത്തിന് ചിലർക്കെല്ലാം ഉള്ളിൽ ദൂരം കളയും. വിശ്വസിക്കുന്നവർ പൈശാചിക സ്വഭാവങ്ങളെ ഉപേക്ഷിക്കും. 2, പുതിയ ഭാഷകൾ സംസാരിക്കും. അതെന്താ? ഭാഷാന്തരത്തിൽ വർത്തമാനം പറയുന്നതല്ല. ഇന്നലെ വരെ കോപത്തിൻ്റെ ഭാഷ, ഇന്ന് ഒരു പുതിയ ഭാഷ, ക്ഷമയുടെ ഭാഷ. ഇന്നലെ വരെ കൊതിയുടെ ഭാഷ, ഇന്നു മുതൽ മികത്തിൻ്റെ ഭാഷ. ഇന്നലെ വരെ വ്യക്തിയാട്ടത്തിൻ്റെ ഭാഷ, ഇന്നു മുതൽ ആത്മസംയമനത്തിൻ്റെ ഭാഷ. ഇന്നലെ മുതൽ ആത്മീയ ഭാഷ, ഇന്നു മുതൽ പക്വതയുടെ ഭാഷ. പുതിയ ഭാഷ സംസാരിക്കും. ഒരു സ്ഥലത്ത് ധ്യാനിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല ഭർത്താക്കന്മാർക്ക് ഭാര്യയെ നേരിടുന്നു. ഭാര്യയുടെ പേരിനോട് മോളെ എന്ന് വിളിച്ചാൽ പെണ്ണുങ്ങൾക്ക് വലിയ സന്തോഷം. ജെസ്സിയാണോ ജെസിമോളെ, ചെസ്സിയാണോ ചെസ്സിമോളെ, മിനിയാണോ മിനിമോളെ, ഡ്രസ്സിയാണോ ഡ്രസ്സിമോളെ, മോളിയാണോ മോള മോളെ എന്ന് വിളിച്ചാൽ ഇത് വലിയ സന്തോഷം. ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ഛൻ ഒരു ധ്യാനം കൊണ്ടുണ്ടാകും. കല്യാണം കഴിഞ്ഞ് 6 മാസം കഴിയുമ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ മോളെ മോളെ വിളിക്കും. പക്ഷേ ആരംഭത്തിൽ വേഗം പൂരിപ്പിച്ച് അവസാനമാണ് മോളെ എന്ന് വിളിക്കുക. അത് നിന്നു പുതിയ ഭാഷ സംസാരിക്കും. 1, പിശാചിനെ ഉപേക്ഷിക്കും. 2, പുതിയ ഭാഷ സംസാരിക്കും. 3, സർപ്പങ്ങളെ
കയ്യിലെടുക്കും. വിശ്വസിക്കുന്നവർ കിങ് കോബ്രയെ പിടിച്ച് കൈകിട്ടിയില്ല. പിന്നെയോ പാമ്പിൻ്റെ വിഷമുള്ള കെട്ടിലെ പല്ല് പറിച്ച് നേരെയാകും. കാണ്ടാമ്പരത്തിന് തൊലിവിട്ടുള്ള ഭാര്യ നേരെയാകും. ചുമ്മാ വിഷമിക്കുന്ന മക്കൾ നേരെയാകും. പ്രാർത്ഥിച്ച് എൻ്റെ പപ്പാവിനെ പള്ളിയിൽ കൊണ്ടുവരും. പ്രാർത്ഥിച്ച് എൻ്റെ കുഞ്ഞുങ്ങളെ പള്ളിയിൽ കൊണ്ടുവരും. പ്രാർത്ഥിച്ച് എൻ്റെ ഭാര്യയെ ദൈവത്തിന് കഴിപ്പിക്കും. ഇതാണ് സർപ്പങ്ങളെ കൈകൊള്ളും. നമ്മുടെ ജീവിതം, നമ്മുടെ വിശുദ്ധിയുണ്ട്. അനേകം ദൈവത്തിന് രണ്ടുപേരും സർപ്പങ്ങളെ കൈകൊള്ളും. 4 മാരകമായത് എന്ത് കുറിച്ചാലും ബാധിക്കുകയില്ല. വിഷം കുറിച്ചല്ല. ഏത് വിമർശനം വന്നാലും വിശുദ്ധിയോ കുറിച്ച് എന്നും പള്ളിയിൽ പോകുമ്പോൾ ചില കമ്പനി പറയും വിശുദ്ധികൾ പലതില്ല. ചിലരേ ഉള്ളൂ കൈകാരനാകാനും കണക്കനാകാനും പാട്ടുപാടാനും വർത്താനം കൊടുക്കാനും. അവര് ആരെന്ന വന്നാലും അവർക്ക് പ്രശ്നമില്ല. അവർക്ക് എൻ്റെ മുന്നിൽ ലോകവും എൻ്റെ മുന്നിൽ ക്രൂശുമാണ്. ഒരു കമൻറ്റും എന്നെ ബാധിക്കും ഒരിക്കലും. ഞാനും ശ്രീകണ്ഠൻ നായരും കൂടെ പ്രവേശിച്ചാനില്ല നേടാമൊരു ബോഡി ചോദ്യോത്തരം പറഞ്ഞ് കയറി പോകുമ്പോൾ ശ്രീകണ്ഠൻ നായർക്ക് ഒരു ഫോൺ SK ഞങ്ങൾ ജോസഫ് ബസിൻ്റെ വർത്തമാനമൊക്കെ ഇരിക്കുക. ഇന്നെങ്കിലും നമുക്ക് വർത്തമാനം പറയാം. ശ്രീകണ്ഠൻ നായർ സങ്കടം അതേപോലെ കണ്ടോ ഇങ്ങനെ മെസ്സേജ് വരുമ്പോൾ ഞാൻ പറ്റുന്ന അത് അച്ഛൻ എന്ത് പറയും? ഞാൻ പറഞ്ഞു ശ്രീകണ്ഠൻ നായരെ ഞാൻ പിറവത്ത് സ്റ്റുഡിയോയിൽ വന്നത് സംവാദത്തിന് വേണ്ടിയാണ്. ഞാൻ നൽകുമ്പോൾ കുറച്ച് കന്നിമാസ പട്ടികൾ കവലയിൽ പോയി. എന്നെ കണ്ട് പട്ടി മേടിച്ചു. പട്ടിയെ കണ്ട ഞാനും മേടിച്ചു. ഈ പട്ടി എന്നെ മുടി നമുക്ക് വല്ലാതെ കുരയ്ക്കുമ്പോൾ ലോകം കുട്ടി ഞാൻ കഴിച്ചാൽ എനിക്ക് വർത്താനം കഴിക്കാറുണ്ട്. പട്ടി പരിക്കും ഞാൻ സ്റ്റുഡിയോയിലേക്ക് യാത്ര ചെയ്യാം. പട്ടി പരിക്കും ഞാൻ സ്റ്റുഡിയോയിലേക്ക് യാത്ര ചെയ്യാം. ഇതുപോലെ ഏത് സമൂഹത്തിലും ഈ കന്നിമാസ പട്ടി പോലെ 3-4 പേരെ ദൈവമായിരിക്കും. അതെന്നാ ചെയ്താലും ചുവടുവെത്താനും കമന്റുണ്ടായി. 10 പൈസ ഉപകാരമില്ലാത്ത കിട്ടിയുമായി എന്ന സീനറിയ നമ്മൾ കാണുന്നത്. അതിനകത്ത് നായകൻ ഒരാളോട് ചോദിക്കുന്ന ചോദിക്കും അച്ഛനായ അഭിനയിനാണ് ചോദിക്കും തൻ്റെ പേര് വക്കീലാണ്. അത് എങ്ങനെ അച്ഛനായിരുന്നു? അച്ഛൻ പറയും ഒരു വാക്യം ചെയ്യാതെ പറയാനും ഞാൻ നടന്നത് എന്ന് പറഞ്ഞതുപോലെ 10 വിശുദ്ധന്മാരെന്ന് പറയുന്നത് എല്ലാവരും ഒരു അച്ഛനെ കുറിച്ചും പറയും, വിശുദ്ധനെ കുറിച്ചും പറയും, പള്ളിക്കും ജീവിക്കുന്നതിനെ കുറിച്ച് പറയും, നാട്ടിലെ രീതിയാണ്. അങ്ങനെ പറയുമ്പോൾ പട്ടിയുടെ പണിക്കുള്ള വില മാത്രം കൊടുത്താൽ അന്തസ്സുള്ളവർ പറഞ്ഞാൽ മാത്രം വരിക. അല്ലെങ്കിൽ ഇല്ലപ്പട്ടിയുടെ വില കമ്മിറ്റികളെ തല്ലിക്കണം. പള്ളിക്ക് വേണ്ടി ശ്രമിച്ചവരും നക്ഷത്രയിലും പറയാൻ അധികാരമുള്ളൂ. അങ്ങനെ തന്നെ നമ്മൾ തിരുത്താം. മാരകമായ എന്തു കുറിച്ചാലും ബാധിക്കുക. ആരെന്ത് പറഞ്ഞാലും വിശുദ്ധികൾ വളരരുത്. അതിൻ്റെ അവസാനം പറയുന്നു, അവർ രോഗികളുടെ പ്രാർത്ഥിക്കും സൗഖ്യം. അവർ പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ ഫലം ദൈവത്തിൻ്റെ അത്ഭുതം. നമ്മൾ പ്രാർത്ഥിക്കാം ശിഷ്യന്മാരെ പോലെ. കർത്താവായ യേശുവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അക്ഷയ മംഗല്യ കാരുണ്യ ലോട്ടറികളെ കേരളത്തിലെയും ഭാഗ്യവാൻ ഭാഗ്യവതി. ബൈബിൾ ഭാഗ്യവാൻ ഭാഗ്യവതി എന്ന് വിളിക്കുന്നത് ഒരു കൂട്ടരെ മാത്രമാണ്. ലൂക്ക 1:45. കർത്താവ് അനുസരിച്ച കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. നമ്മുടെ പിതാവായ തോമസ് വികാരൻ യേശു പറഞ്ഞു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. മത്തായി സുവിശേഷം 9:16-25 വരെ മകളെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു. ശിഷ്യന്മാരെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ ഞാൻ വിശ്വാസം വർദ്ധിപ്പിക്കാം. ഇതോടുകൂടി അല്പസമയത്തെ പരസ്യ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മൾ ഇരുന്നാമതി രാജസമയം പാട്ട് പഠിക്കോടും കുർബാനയിൽ കൊടുക്കുമ്പോൾ നമ്മൾ മുത്തുകുത്തുക എന്ന് ചോദിച്ചു.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുളി ചെയ്ത പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈശോയുടെ മുമ്പിൽ നമ്മളെല്ലാം കൊടുത്തോണ്ടിരിക്കാൻ, കർത്താവിനെ അന്വേഷണം ഏറ്റുമേടിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ഈശോയുടെ മുമ്പിൽ നമുക്ക് വെച്ചു കൊടുക്കാം. നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ്, നമ്മുടെ വീട്, നമ്മുടെ ലോകം മുഴുവൻ കർത്താവിൻ്റെ അഭിഷേകം നിറയണമേ ഹൃദയത്തിൽ മൗനമായി പ്രാർത്ഥിക്കുക. ശാന്തമായി ഈശോയുടെ മുമ്പിൽ നമുക്കെല്ലാവർക്കും ഇരിക്കാം. ഒന്നുമില്ലാതിരുന്ന ആദിമ ശൂന്യതയിൽ ഉള്ളാകരുത് എന്ന വാക്കിനാൽ എല്ലാത്തിനെയും സൃഷ്ടിച്ചറിയും. പരമേശ്വരം ആദ്യ മാതാപിതാക്കളെ തന്നു, ആദ്യ സഹോദരങ്ങളെ തന്നു, പൂർവ്വപിതാക്കന്മാരായി അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരെ നൽകി. ജനതയുടെ നേതാവായി മോശയെ അവൻ നൽകി. മരുഭൂമിയിൽ മന്നയും കാടപ്പക്ഷിയും വെള്ളവും തന്നു. ഭരിക്കുവാൻ രാജാക്കന്മാരെയും തിരുത്തുവാൻ പ്രവാചകന്മാരെയും വിശദീകരിക്കുവാൻ പുരോഹിതരെയും അവൻ തന്നു. അവസാനം എന്നെ വിശ്വസിയ ഒരുവന് നശിച്ചു പോകാതെ നിത്യജീവൻ സ്ഥാപിക്കേണ്ടത് എൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച പിതാവായ ദൈവമേ, ഞങ്ങളെ ആരാധിക്കുകയും സ്തുതിക്കുന്നു. അങ്ങനെ ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങനെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുക, എൻ്റെ സ്വഭാവങ്ങളെ മാറ്റുക, എൻ്റെ ആസക്തികൾ എടുത്തു മാറ്റുക, എൻ്റെ ബന്ധനങ്ങൾ തുറച്ചു മാറ്റുക. പ്രാർത്ഥിക്കണം. വെള്ളത്തെ വീഞ്ഞാക്കിയ പോലെ എൻ്റെ സ്വഭാവത്തെ മാറ്റണമേ, കാഴ്ചപ്പാടുകളെ മാറ്റണമേ, മനോഭാവങ്ങളെ മാറ്റണമേ. ദൂരത്തിന് മേൽ അധികാരങ്ങളെ ഈശോയെ, എൻ്റെ പ്രാർത്ഥനകൾ, മധ്യസ്ഥ പ്രാർത്ഥനകൾ നിത്യപിതാവിന് മുമ്പിൽ നിന്നെ സമർപ്പിക്കണം. സമയത്തിന് മേൽ അധികാരങ്ങളെ ഈശോയെ, ജീവിതത്തിൽ ദീർഘക്ഷമ ഞങ്ങൾ തരണമേ. ഓരോ കാര്യവും ക്ഷമയോടെ കാത്തിരിക്കുവാൻ, കാലത്തിന് പുറമെ പ്രവൃത്തിക്കും വിശ്വസിക്കുവാൻ തരണമേ. മലാക്കി പ്രവാചകന് ശേഷം 400 വർഷങ്ങൾ കാത്തിരുന്ന വളരെ സ്നാപകമെന്ന് പ്രവാചകനുണ്ടായത്. ഇതുപോലെ ക്ഷമയോടെ കാത്തിരിക്കാൻ വരണ്ടേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 5 അപ്പം വർദ്ധിപ്പിച്ചുകൊണ്ട് എൻ്റെ പരിമിതികൾ, എൻ്റെ കുറവുകൾ അവിടുന്ന് അറിയുന്നതാണ്. അവിടുന്ന് എല്ലാത്തിനും പരിഹാരം തരുന്നവരുമാണ്. കുടുംബത്തിൻ്റെ
ആരോഗ്യം, വീടിൻ്റെ അന്തരീക്ഷം എല്ലാം സമർപ്പിക്കും. പ്രപഞ്ച നിയമത്തിന് മേൽ അധികാരങ്ങൾ വിശ്വയം, വെള്ളത്തിന് മേലെ നടന്നവരും വെള്ളത്തിന് മേലെ പത്രോസിനെ നടത്തുന്നവരുമായ കർത്താവേ, മാറാത്ത രോഗങ്ങൾ ഏറ്റുമാറണമേ, തീരാത്ത ദുരിതങ്ങൾ ഏറ്റുമാറണമേ, വരാത്ത കണ്ണുനീര് തുടച്ചു മാറണമേ. നിർഭാഗ്യത്തിന് മേൽ അധികാരങ്ങൾ ഈശോയെ, എൻ്റെ ബുദ്ധിക്കും എൻ്റെ യുക്തിക്കും മനസ്സിലാക്കാൻ പറ്റാത്ത തകർച്ചകൾ, നൊമ്പരങ്ങൾ, വേദന വരുമ്പോൾ കർത്താവെ നിരാശ്രയിക്കുവാനും നിന്റെ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കുവാനും വരുന്നവരെ ഉദാഹരിക്കുന്നു. മരണത്തിന് മേൽ അധികാരങ്ങളെ യേശുവേ, മരണത്തെ ഭയപ്പെടാതെ ഓട്ടം പൂർത്തിയാക്കുവാനും ജീവന്റെ കിരീടമണിയുമുള്ള ഉറപ്പു ജീവിക്കുവാനും ശക്തി തരണമേ. യേശുവിന്റെ നാഥ രൂപരഹിതമായിരുന്ന ആദിമ പ്രപഞ്ചത്തെ അഭാവത്തിനെ അധികരിച്ച ദൈവാത്മാവേ, പ്രപഞ്ചത്തിന് മേൽ അടയുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ അടയിരിക്കണമേ, ഹൃദയങ്ങളിൽ അടയിരിക്കണമേ. യേശുവിന്റെ മാമോദീസായി മാനപ്രാവിൽ പറഞ്ഞിരിക്കുക ദൈവാത്മാവേ, ഇടവി പറന്ന് ഇടയ്ക്ക് വസിക്കണമേ. അർപ്പിത വസ്തുക്കളിൽ ശരീരനായ ദൈവശുദ്ധാത്മാവേ, ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് സന്നിഹിതനാകണമേ. സത്യനാളിൽ 3000 അഗ്നിനാളമായി ജ്വലിച്ചറിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഈ ദിവസങ്ങൾ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ, പുതുജീവൻ നൽകണമേ, നവചൈതന്യം കൊണ്ട് ഞങ്ങളെ നൽകണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേയങ്ങൾ നന്ദി പറയുന്നു. വിശ്വാസത്തിൻ്റെ ദാനം കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ നയിക്കണമേ. വിശ്വാസ പരിശീലനത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ജീവിപ്പിക്കണമേ. വിശ്വാസ ദാരിദ്ര്യത്തെ കൊടുക്കുവാൻ കൃപണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കാണാത്ത ലോകമുണ്ട്, ഞങ്ങൾ പരീക്ഷിക്കുന്ന ലോകമുണ്ട്. അതിലൊരിക്കലുള്ള പരീക്ഷയും പ്രത്യാശയും ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ. ആ
അകത്തെയും ജലത്തെയും മറക്കുവാൻ. ദൈവം ഒരുക്കുന്ന വഴികളിൽ പരാതിയില്ലാതെ സഞ്ചരിക്കുവാൻ, പുറപ്പാട് നൽകുവാൻ ആത്മാവിൻ്റെ അഭിഷേകം നൽകണമേ. ഒന്നും വ്യക്തമല്ലാത്ത ഇരുട്ട് ഞങ്ങളുടെ മുന്നിൽ പടരുമ്പോൾ ആ ഇരുട്ടിലേക്ക് പ്രത്യാശയോടെ കടന്നു കയറുവാൻ, നടന്നു നീങ്ങുവാൻ ഞങ്ങൾക്ക് ബലം നൽകണമേ. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം കൊള്ളുവാൻ, ലോകത്തിൽ ഒന്നിനും ആശ്രയിക്കാതെ കർത്താവിൽ ആശ്രയം വെച്ച് മുമ്പോട്ട് പോകാൻ ശക്തി തരണമേ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ സിയോൻ പർവ്വതം പോലെ ഓർജനവും തീവ്രതയും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് പലരും വരുമ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് മറിയത്തെ പോലെ പറയുവാൻ, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന യോബിനെ പോലെ പറയുവാൻ ആത്മാവിൻ്റെ കൃപ ഞങ്ങൾക്ക് രക്ഷിക്കണം. ഏറ്റവും ഇഷ്ടപ്പെട്ട് നഷ്ടപ്പെടുമ്പോൾ തളരാതിരിക്കുക. ഇസ്രായേൽ പോയാലും തളരാത്ത അബ്രാഹത്തെ പോലെ തളരാതെ ജീവിക്കുവാൻ ശക്തി തരണമേ. ഞങ്ങളുടെ സമ്പത്തും ഞങ്ങളുടെ സൗകര്യവും നിങ്ങളുടെ പ്രിയപ്പെട്ടവരും സ്ഥലത്തെയും ഒക്കെ പോകാം. പോയാലും നിന്റെ മുഖത്ത് നോക്കി ഓട്ടം പൂർത്തിയാക്കാൻ, തിരുമുഖം നോക്കി യാത്ര ചെയ്യുവാൻ ശക്തി തരണമേ. ആനന്ദത്തോടെ കീർത്തനം ചെയ്യുന്നു വാഴ്ത്തുയേശുവേ. ആനന്ദത്തോടെ കീർത്തനം ചെയ്യുന്നു വാഴ്ത്തുയേശുവേ. രക്ഷകൻ വേളയിൽ ഒഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. രക്ഷകൻ വേളയിൽ ഒഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ബൈബിളിലെ പ്രധാനപ്പെട്ട അർത്ഥമാണ് ദൈവികമായ പ്രാധാന്യമുള്ള ദൈവിക ഇടപെടലിൻ്റെ അർത്ഥമാണ്. മോശ സീനായി മലയിൽ മൂന്നാം നാളിൽ മോശയ്ക്ക് ദൈവപ്രമാണങ്ങൾ കിട്ടിത്തുടങ്ങി. യോനാ പ്രവാചകൻ മത്സ്യത്തിൻ്റെ നാളിൽ 3 നാൾ കിടന്ന് മത്സ്യത്തിന് ഉയരത്തിൽ 3-ാം നാളിൽ മോചനം കിട്ടി. യേശുവിനെ 12-ാം വയസ്സിൽ 3 നാൾ കാണാതെ പോയി. 3-ാം നാളിൽ 12-ാം വയസ്സിൽ കണ്ടുകിട്ടി. യേശുവിനെ പരിശീലന അന്ത്യത്തിൽ 3 നാൾ അവനെ കണ്ടില്ല. ദുഃഖവെള്ളി ദുഃഖശരി 3-ാം നാൾ ഉയർത്തിൽ അവനെ കണ്ടെത്തി. യേശുവിൻ്റെ കൂടെ എപ്പോഴും നടന്ന 3 ശിഷ്യന്മാർ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ത്രിത്വത്തിൽ 3 ആളുകൾ. ക്രൈസ്തവ സ്വാധീനം ഉള്ളിടത്തൊക്കെ 3 തരം ലേലം പിടിക്കുമ്പോൾ 1 തരം, 2 തരം, 3 തരം. 3 ഉറപ്പാണ്. ദൈവത്തിൻ്റെ ഉറപ്പ്, ദൈവത്തിൻ്റെ ഉറപ്പ്. 3 ദിവസങ്ങളിലായി വചനം ശ്രമിക്കുമ്പോൾ കർത്താവ് നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകട്ടെ. ഇന്ന് 1-ാമത്തെ രാത്രി നമ്മുടെ കുടുംബങ്ങളെ ഈശോയെ സമർപ്പിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ദേവാലയമാണ്.
എപ്പോഴും ഈശോ നമുക്കിനെ മറന്നിരിക്കുന്നു. അവൻ മറന്ന് ഇരിക്കുന്നവനാണ്. ഒരു വെള്ള തുണിയുടെ കീഴിൽ ഉണ്ണി ഈശോയായി ദൈവം അന്ന് മറന്നിരുന്നു. ഒരു തൂവണ്ട യോസി ഇന്നും വെള്ള യോസി അവൻ മറന്നിരിക്കുന്നു. അല്ലിക്കായി തിരുവോസി അവൻ മറന്നിരിക്കുന്നു. മറന്നിരിക്കുന്ന കർത്താവിനുണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കാം. നമ്മുടെ വീടുമായി ബന്ധപ്പെട്ടതല്ല. എൻ്റെ വീട്, മുറികൾ, വീട്ടുപകരണങ്ങൾ, വീടിലെ അയൽവാസികൾ എല്ലാവരെയും കർത്താവിന് കൊടുക്കാം. എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ ജീവിത പങ്കാളി എല്ലാവരെയും ഈശോയ്ക്ക് കൊടുക്കാം. എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ആത്മാവ്, എൻ്റെ ജോലികൾ, എൻ്റെ സമ്പത്ത്, എൻ്റെ ബിസിനസ്, എൻ്റെ വരുമാന വഴികൾ, ദൂരത്തും ചായത്തുള്ള എൻ്റെ പ്രിയപ്പെട്ടവർ എല്ലാവരെയും 50 നിമിഷം ഈശോയോട് നിന്ന് നമുക്ക് ഓർക്കാം. നമ്മുടെ ഓർമ്മകൾ ഈ നിമിഷം പ്രാർത്ഥനയാൽ മാറുകയും ചെയ്യും. എന്തെല്ലാം ഓർക്കാനുണ്ടോ അതെല്ലാം നിമിഷം സമർപ്പിച്ച് ഈശോയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. നമ്മുടെ പ്രാർത്ഥനാനിയോഗങ്ങളെ ദീർഘാനീശോ ആശ്രയിക്കുമ്പോൾ നമുക്ക് ഒന്നിച്ച് വാഴാം, മുട്ടുകുത്തി സ്വർഗത്തിൽ നാളുകളാം എന്ന കാര്യം. Oh
പരിശുദ്ധ അമ്മയുടെ വിവരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കുന്നു. അമ്മയുടെ നീല അങ്കി നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും പുതിയവരുടെ യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥം നമുക്ക് ലഭിക്കട്ടെ. അമ്മയെ വളർന്നുന്ന ഗാനം ഗായിക സംഘത്തോട് ചേർന്ന് നമ്മൾ ഒരുമിച്ച് പാടാം. Yeah.
ചുണ്ടിൽ വരയ്ക്കുമ്പോൾ എൻ്റെ വാക്ക്, നെഞ്ചിൽ വരയ്ക്കുമ്പോൾ എൻ്റെ ഇമോഷൻ വികാരം കുരിശിനാൽ പ്രതിരോധം. സ്തുതി ഇന്നേ ദിവസം ചിന്തകളോ വാക്കുകളോ നോക്കുകളോ നിന്നെ വേദനിപ്പിച്ചെങ്കിൽ ഈശോയുടെ നാമത്തിൽ എന്നോട് ക്ഷമിക്കണം. അതാണ് സ്തുതി. സ്വീകരിക്കുന്ന ആൾ അതുപോലെ ഓർക്കുന്നു എപ്പോഴായും മറന്നുപോയി. അതാണ് ഇപ്പോഴും എപ്പോഴും വിശുദ്ധ കുരിശിൻ്റെ അടയാളമായ ഞങ്ങളുടെ സകലങ്ങൾ ഞങ്ങൾ രക്ഷിക്കും. ഞങ്ങളുടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ് മുഖത്തോട് പോകുന്ന നോക്കി വിശ്വസിക്കായി ശരിയായി പോയപ്പോൾ നാളെ വൈകിട്ട് അരകാലിന് 5 മണി മുതൽ ഞാൻ പള്ളിയിലിരിക്കുകയും